സന്തോഷമുണ്ടോ? സന്തോഷമുള്ളവർ കരങ്ങളിൽ വെച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ് ഇന്ന് ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് പരീക്ഷ നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇത് നമുക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമുക്ക് ആർക്കും വചനം അറിയാത്തവരോ ബൈബിൾ ആദ്യമായിട്ട് കാണുന്നവരൊന്നുമല്ല, നമ്മളെല്ലാം വചനം അറിയുന്നവരാണ്. പക്ഷേ നമ്മൾ ചിലതൊക്കെ വിട്ട് കളഞ്ഞിരിക്കുന്നത്, നിസ്സാരമായി കണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്തിയാണ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതാ സംഭവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചു ഏദൻ തോട്ടത്തിൽ എന്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആക്കി. അതിനുശേഷം അവൻ പുറത്തായി. അതിനുശേഷം അവന്റെ ജഡത്തിൽ എന്താണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവത്തിൽ നിന്ന് എന്താണ് മനുഷ്യൻ അകന്നു പോകാൻ പിശാച് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. പിശാച് ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ജഡം, ബോഡി അല്ലെങ്കിൽ നമ്മൾ ദേഹം എന്ന് പറയുന്നത്, ഈ ദേഹത്ത് നമ്മുടെ ശരീരത്തിൽ പിശാച് കൊണ്ട് ഡംപ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. പിശാചിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റുകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി അതിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു മൊബൈലിന്റെ ഉള്ളിലേക്ക് ഒരു സിം ഇട്ട് കഴിയുമ്പോൾ ആ മൊബൈൽ ആക്ടിവേറ്റ് ആയി ആ ടവറുമായി കണക്ഷൻ വന്ന് അത് പ്രവർത്തന തലത്തിലേക്ക് വരുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ബോഡിയിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യാത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവാത്മാവിനെ വേണമെങ്കിലും സ്വീകരിക്കാം, ദുരാത്മാവിനെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് ഈ ജഡത്തെ ദൈവത്തിന് ഹിതമുള്ള ജഡമാക്കി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ അതാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് പഞ്ചേന്ദ്രിയങ്ങളായിരുന്നു. 5 പഞ്ചേന്ദ്രിയങ്ങളും ഏതൊക്കെ വിധത്തിലാണ് അല്ലെ പഠിച്ചില്ലേ? ഉണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് പാപം ചെയ്യുന്നത് അല്ലെ? കണ്ണെങ്ങനെയാ ചെയ്യുന്നത്, കാതെങ്ങനെയാ ചെയ്യുന്നത്, പിന്നെ നാവ് എങ്ങനെയാ ചെയ്യുന്നത്, നമ്മുടെ തൊക്കുകൊണ്ട് എങ്ങനെയാണ്, നമ്മുടെ മൂക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജഡത്തിന്റെ പ്രവർത്തികളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ജഡം എന്ന് അറിയണം അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചു പോകണ്ടേ അല്ലേ? അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികളിനകത്ത് ബൈബിൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഇന്ന് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇന്ന് പോകുന്നത് എന്താണ് ജഡം. ഈ പേരിട്ടിരിക്കുന്ന സജിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജഡം എന്താണെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പേര് വിളിക്കുന്നില്ലേ? നമ്മളെ മക്കളെ നമ്മൾ പേര് വിളിക്കുന്നില്ലേ? ആ പേര് വിളിക്കുന്ന ആരെയാ പേരിട്ടിരിക്കുന്നത്? ഒരു ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുമ്പേ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. അപ്പോ ഈ പേരിട്ട് താക്കാം ഈ ഉരുവാകപ്പെടുന്ന ജഡത്തിനാണ്. അതുകൊണ്ടാണ് പറയുന്നത് മരിച്ചു കിടക്കുമ്പോൾ അയാൾ മരിച്ച് പോയി. അയാളോട് പോയി, അയാൾ വണ്ടി കിടന്നില്ലേ? പക്ഷെ നമ്മൾ പറയണം അയാൾ മരിച്ച് പോയി. ഈ ജഡം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ജഡം ആവശ്യമാണ്. അത് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബേസ്മെന്റ് ഇല്ലാതെ ഒരു പദാർത്ഥത്തിന് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ എന്താ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞതിനർത്ഥം? കണ്ണാടിയുടെ ഫ്രെയിം ഇല്ലാതെ ഗ്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? ശരീരം ഇല്ലാതെ വസ്ത്രം ഇടാൻ പറ്റില്ല. ഹലോ, പറ്റുമോ? പറ്റില്ല. പിന്നെ വേറെ എങ്ങനെ പറയാൻ പറ്റും? മുടിയില്ലാതെ എനിക്ക് മുടി ചെയ്യാൻ പറ്റില്ല, കാലില്ലാതെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ജഡമില്ലാതെ, ബോഡി ഇല്ലാതെ ഒരു ജീവൻ നിലനിൽക്കാൻ പറ്റത്തില്ല. വിത്തൗട്ട് ബോഡി ഒരു ജീവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറഞ്ഞോ. എന്നാ ബോഡി ഉണ്ട്, കഴുത്ത് വേർപെട്ടിരിക്കുന്നു, കൈകൾ വേർപെട്ടിരിക്കുന്നു, കാലുകൾ വേർപെട്ടിരിക്കുന്നു. അതിൽ ജീവനെ നിലനിൽക്കാൻ പറ്റുമോ?
കാര്യം എന്താ? അത് വേർപെട്ട് പോയി. അന്നേ വേർപെട്ട് പോകാത്ത ഒരു ജഡശരീരം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, അവനിൽ ജീവനില്ല, അവൻ മരിച്ച ശരീരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അതും വേർപെട്ടില്ലെങ്കിലും പറയാൻ പറ്റും. എന്ന് വെച്ചാൽ വേർപെടുന്നതിന് മുമ്പേ ഈ ശരീരത്തിനകത്തേക്ക് വരുന്ന ഒരു ശക്തിയുണ്ട്, ഒരു പവറുണ്ട്. ആ പവറിന്റെ പേരാ ജീവൻ. ദൈവം എന്താ ചെയ്തേ? ആദമിനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ദൈവത്തിന്റെ ശരീരത്തിലുള്ള ആ ജീവൻ എവിടെ കിടന്നു? കിടന്നോ? ഇത് പെട്ടെന്ന് നമ്മൾക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് നമ്മൾ പറയുന്നു. നമ്മുടെ കോൺസെൻട്രേഷൻ പോവും, നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ പോവും, നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞങ്ങ് പോവും, നിങ്ങൾ ആരും കേൾക്കത്തുമില്ല. ഹലോ, ശ്രദ്ധിച്ചിരിക്കുന്നത് എനിക്കൊരു സംശയമുണ്ടോ? എന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുക. അപ്പൊ ജഡത്തിനകത്ത് ജീവൻ ഉണ്ടെങ്കിൽ ജഡം ആക്ടിവേറ്റ് ആവും. ശരിയല്ലേ? പേനയ്ക്കകത്ത് റീഫിലർ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഒരു ബോഡിക്കകത്ത് ജീവൻ ഉണ്ടെങ്കിലാണ് അതിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാം ബൈബിൾ കേൾക്കുന്ന സമയത്ത്, ബൈബിൾ പഠിപ്പിക്കുന്ന സമയത്ത്, നമ്മൾ ബൈബിൾ ക്ലാസ്സിന് വന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സഭയിൽ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴോ ക്ലാസ് കൊടുക്കണം, ജഡത്തെ കൊല്ലണം, ജഡത്തെ കൊല്ലണം, ജഡത്തെ കൊല്ലാം. എങ്ങനെ ജഡത്തെ കൊല്ലണമെന്നാ വാസു പറയുന്നത്? അത് വാസുവിന് ചോദിച്ചില്ല, വാസു പറഞ്ഞുമില്ല. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ ജഡം എന്താണ്, അതിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്നാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിപ്പിച്ച് നിർത്തിയപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? ശ്രദ്ധിച്ച് ഫ്രണ്ട് ഇരുന്നവർ ചോദിച്ചാൽ ആദ്യം പറയും. എന്താണ് നിത്യ പറഞ്ഞേ? എഴുതി വെച്ച് നോക്കി വായിക്കുക. ഈ ജഡത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്യുവാൻ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ജഡത്തെ മരിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ കാര്യം പറഞ്ഞു, ജഡത്തെ എങ്ങനെ മരിപ്പിക്കും? അതൊരു കാര്യം ഞാൻ പാസ് പറഞ്ഞ് മരിപ്പിച്ചേക്കാം. എന്തിനാ വൈകുന്നേരം നമുക്ക് പോയിട്ട് ചാവാം. ബോഡി ഇംഗ്ലീഷ് ജഡം, ദേഹം. അത് പഠിപ്പിച്ചില്ല. അത് പഠിപ്പിക്കും. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്ത് നമ്മൾ പഠിപ്പിക്കാത്തതിനെ കുറിച്ച് അതാ പറയാൻ പോണേ. നമ്മൾ ജഡം മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമ്മളിത് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചു, ഇച്ചിരി ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അല്ലേ, ഒരാളൊരു വോയിസ് കിട്ടും. ഒരു ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്കൊന്ന് ആത്മാവിലൊന്ന് എനിക്ക് അവൻ ആദ്യം ആരാണെന്ന്, മനുഷ്യൻ ആരാണെന്ന് അറിഞ്ഞിട്ട് പോരെ ആത്മാവിലാകുന്നത്. നമ്മൾ ഇങ്ങനെ ആത്മാവിലാകാൻ റെഡിയായിട്ട് നിൽക്കുക, തുള്ളാൻ അല്ലേ? അങ്ങനല്ല. വെയിറ്റ്, നമ്മൾ ഓരോ ബോഡി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 സബ്ജക്റ്റ് ആണ്. ദേഹം, ദേഹി, ആത്മാവ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് ജഡം എന്ന് പറഞ്ഞു. ദേഹിക്ക് എന്നാ പറയാം? ജീവൻ, ആത്മാവ്, പ്രാണൻ. പ്രാണൻ പോയി, ആത്മാവ് പോയി, ജീവൻ പോയി, ദേഹി ദേഹത്തിൽ നിന്ന് പോയി. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാം. നമ്മളിതിനെ ഡിവൈഡ് ചെയ്താൽ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത് ജഡത്തെ കൊല്ലാൻ പറയുന്നു. ഈ ജഡത്തെ എങ്ങനെയാണ് കൊല്ലുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സകല ജീവജാലങ്ങൾക്ക് എന്തുണ്ട്? ജഡവുമുണ്ട്, ജീവനുണ്ട്. ആത്മാവ് ജീവജാലങ്ങൾക്കുണ്ടോ? ഇല്ല. ഈ സാധനമില്ല ആർക്ക്. പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന സംഗതി ആർക്കില്ല? ജന്തുക്കൾക്കില്ല. ഈ ജഡവും ജീവനും മാത്രമേ ജന്തുക്കൾക്കുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരാളുടെ ക്ലാസ് കേട്ടു. ആ ക്ലാസ്സിനകത്ത് പുള്ളി പറയുന്നത് ഏതോ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു ജീവികൾക്ക് ആത്മാവുണ്ടെന്ന്. എനിക്കറിയില്ല, വചനത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നു. നമ്മൾ വചനം പഠിക്കുന്നു. നമ്മൾ സയന്റിസ്റ്റ് പഠിപ്പിക്കുന്നൊന്നും ഇവിടെ
നമ്മൾ പഠിപ്പിക്കുന്നത്. വചനത്തിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കും, വചനത്തിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കും. നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ നോട്ട്സും നമ്മൾ ഇതിനോട് കൂടെ എന്ത് ചെയ്യുന്നില്ല, അറ്റാച്ച് ചെയ്ത് പഠിക്കുന്നില്ല. ജഡം എന്നത് ഭൂമിയിൽ വസിക്കുന്ന കാലയളവിനെ, ഒരു ജഡം എന്ന് പറയുമ്പോൾ ആ ജഡം ഭൂമിയിൽ ജനിക്കുന്ന, അപ്പൊ നാളെ നമ്മുടെ ആരുടെ ബർത്ത്ഡേ, ലാമേക്കിന്റെ ബർത്ത്ഡേ. ഒരു വർഷം മുമ്പ് ലാമേക്ക് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്താണ് ആ ജഡം എന്തില്ലേ രൂപപ്പെട്ടത്, ദൈവത്താൽ രൂപപ്പെട്ടത്. ഈ രൂപപ്പെട്ടത് 10 മാസം കഴിഞ്ഞപ്പോഴാണ് പുറത്തോട്ട് വന്നത്. ഈ 10 മാസം കഴിഞ്ഞ് പുറത്തു വന്ന കുഞ്ഞിന് 12 മാസം കഴിഞ്ഞപ്പോഴാണ് 1 വയസ്സായെന്നാണ് നമ്മൾ പറയുന്നത്. ശരിയോ തെറ്റോ? തെറ്റല്ലേ? കാരണം കൊച്ചു 10 മാസം മുമ്പ് എവിടെ ഉണ്ടായി? അമ്മയുടെ ഉദരത്തിലുണ്ടായി. പക്ഷെ കുഞ്ഞിനെ കാണുന്നത് നമ്മൾ 1 വർഷമായിട്ടുള്ളൂ. ഭൂമിയിൽ കുഞ്ഞിനെ കണ്ടു തുടങ്ങിയിട്ട് 1 വർഷം. അപ്പൊ ഈ ആയുസ് എന്ന് പറയുന്നത് ജനിക്കപ്പെട്ട് പുറത്തേക്ക് വന്ന കാലം മുതൽ മരിക്കുന്ന കാലം വരെയുള്ള കാലയളവിനെയാണ് ആയുസ് എന്ന് പറയുന്നത്. ആയുസിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 വയസ്സ്, 10 വയസ്സ്, ഏത് സമയത്തും ആയുസിന്റെ ദൈർഘ്യം നിന്നു പോകാം. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ 100 വയസ്സ് വരെ ജീവിക്കണമെന്നല്ല ദൈവം വിചാരിച്ചത് കേട്ടോ. ദൈവം വിചാരിച്ചത് എന്താണെന്ന് യഥാർത്ഥമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവം അവന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിച്ചു, ഒരു എവർലാസ്റ്റിംഗ് ലൈഫ് അവന്റെ കൂടെ, മനുഷ്യന്റെ കൂടെ. അതിനാ ഇവനെ ഏതൻ തോട്ടത്തിൽ കൊണ്ട് വിട്ടത്. പക്ഷെ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ആദമിന്റെ ആയുഷ്കാലം പറയുന്നത്രയാണ് 930 തോന്നുന്നതാണ്. ഈ ആയുസ് 900-ൽ നിന്ന് നോഹയുടെ കാലം വന്നപ്പോ അത് 120-ലേക്ക് എന്ത് കുറഞ്ഞു. ഇപ്പൊ അതെങ്ങനെ നിൽക്കുന്നത്? 70 ഏറെയായാൽ 80. അതിനർത്ഥം തന്നെ ഈ ആയുസ്സിന് ദൈർഘ്യം കൊടുക്കും തോറും ഇവന്റെ കയ്യിലെ കൊള്ളരുതായ്മ സകലം ഇവനെന്ത് ചെയ്യാം, പുറത്തെടുക്കണം. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ ആയുസ് കൂടുതൽ കിട്ടുമ്പോൾ അത്രയും നാൾ ദൈവത്തെ വെറുപ്പിക്കാവുന്നതിന്റെ അങ്ങേയറ്റം എന്ത് ചെയ്യും? വെറുപ്പിക്കാൻ. ആയുസ് പാപം മൂലം കുറഞ്ഞു എന്നാണ് പറയാൻ പഠിപ്പിക്കുന്നത്. പാപം നിമിത്തം ആയുസ് കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് നിൽക്കുക. ഇപ്പൊ 80-ാമത്തെ വയസ്സിൽ 70 വയസ്സ് കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? പാസ്പോർട്ട് എപ്പോ സീലടിച്ച് കിട്ടുമെന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എന്റെ സമയം ഏകദേശമൊക്കെ ആയി, ഇനി ഞാൻ അധികകാലമൊന്നും ഇല്ല. എന്നാൽ ഈ ജഡത്തെ പറ്റി എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഇന്ന് വൈകിയ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയുസ്, പ്രായം, വയസ്സ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ, ഈ ജഡത്തിൽ ജീവിക്കുന്ന കാലയളവിനെ പറയുന്നത്. അല്ലേ? 900 ചില്ലറ വർഷങ്ങൾ ജീവിച്ചിരുന്നതായിട്ട് പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനുഷ്യനെയും മൃഗങ്ങളെയും ജഡമായി ജനിപ്പിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ്. ഒരു പ്രോസസ് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു പ്രവൃത്തിയിലൂടെ ഒരു ജനനം നടക്കുകയാണ്. ആ ജനനത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്നത് 100 ml അല്ലെങ്കിൽ 50 ml കപ്പാസിറ്റിക്കകത്തുനിന്നാണ് 80 കിലോ വെയിറ്റ് ഉള്ള ഞാൻ ചെയ്തിരിക്കുന്നത്. ഹലോ, 100 കിലോ ഉള്ള നിങ്ങൾ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഈ 100 ml-നകത്തുനിന്നാണ് ഈ വന്നിരിക്കുന്നത്. ഹലോ, ഇവിടെ ഉണ്ടോ? ജഡം ഉണ്ടായത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ വലിപ്പം അറിയണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം? അമ്മയുടെ ഉദരത്തിലേക്ക് പോകണം. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനകത്തു നിന്നാണ് ഈ 100 ml കിട്ടിയത്. ഈ 100 ml-നകത്തു നിന്ന് ചിന്തിച്ചു നോക്കിക്കേ, ശരീരത്തിലെ സകല നാഡികളുണ്ടായി, ശരീരത്തിലെ സകല ഞരമ്പുകളുണ്ടായി, ശരീരത്തിലെ മാംസപേശികളുണ്ടായി, ശരീരത്തിലെ പല്ലുകളുണ്ടായി, കണ്ണുകളുണ്ടായി, മുടിയുണ്ടായി. ആ ദൈവത്തിന്റെ സൃഷ്ടി ആണ് പറയുന്നത്. നിന്നെ ഞാൻ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു? അതിശയവും അഹോചരവുമാണ്. മനുഷ്യർ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു പറഞ്ഞതിന്റെ കാരണം അമ്മയുടെ ഉദരത്തിലേക്ക് പോയിട്ട് ഈ ബോഡിയെ നോക്കിയാലാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നതിന്റെ കാരണം ഈ ജഡത്തെ കുറിച്ചുള്ള ചിന്തയില്ലാത്തതുകൊണ്ട്. ഈ ജഡത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നു
അവൻ നിവർന്ന് നിന്നാൽ ഒരു ശ്വാസം, വെറും ഒരു ശ്വാസത്തിന്റെ പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന്റെ കപ്പാസിറ്റിയെ ദൈവം പറയുന്ന രാവിലെ പൂക്കുന്ന പൂവും വൈകിട്ട് വാടുന്ന പുല്ലും. അതുകൊണ്ട് അവന്റെ ആയുസ് തീർന്നെന്നാ പറയുന്നത്. പൂ പൂക്കുന്നത് പോലെ, വെയിലത്ത് ചെടി വാടുന്നത് പോലെയാണ് അവന്റെ ആയുസ്. പറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ എവിടെ എത്തി? നമ്മുടെ ആയുസിന്റെ അന്ത്യത്തോടെ എത്തി. പ്രാണൻ, ജീവന്റെ അവസാന സമയങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഒരു 20 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഈ സമയത്ത് ആരാധന കഴിഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ 20 വർഷം മുമ്പ് ദൈവത്തെ കണ്ടതല്ലേ? എന്തേ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനൊരു അവസരം കിട്ടാഞ്ഞ്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ ജഡത്തെ കുറിച്ച് ചിന്തിച്ചില്ല? എന്നാൽ ജനനം മുതൽ 15 വയസ്സ് വരെ ഈ ജഡത്തിന് അധികം ആഗ്രഹങ്ങൾ ഉണ്ടാവാറില്ല. ജനിച്ചിരിക്കുന്ന ഇപ്പൊ മോളാണ്, കുഞ്ഞിയാണെങ്കിൽ, അബ്ദിയലാണെങ്കിലും, ഏറ്റവും പ്രായം കൂടിയത് ഇപ്പൊ നശിമയാണ്, 13 വയസ്സ്. ഈ 15 വയസ്സ് വരെ ഒരു ജഡത്തിനും വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടോ? അപ്പനും അമ്മയും കൊടുക്കുന്നതല്ലേ തിന്നുന്നത്? അപ്പനും അമ്മയും മേടിച്ചു കൊടുക്കുന്നതല്ലേ ഇടുന്നത്? എവിടെ പാർക്കണമെന്ന് അവരാണോ തീരുമാനിക്കുന്നത്? ഈ 15 വയസ്സ് വരെ അവർ ഫ്രീ ബേർഡാണ്. അവർ ഒരു തണലിലാണ്. ഈ 15 വയസ്സ് വരെ അവർ ധരിക്കേണ്ട വസ്ത്രം, ഭക്ഷണം, ഈവൻ അവർ താമസിക്കേണ്ട ഇടത്തെ കുറിച്ച് പോലും 15 വർഷം അവർ എന്തല്ല, അവരതിനെപ്പറ്റി ബോധേടല്ലെന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. ഈ 15 വയസ്സ് വരെ ഞാനും ഇതിനെപ്പറ്റി എന്തല്ലായിരുന്നു, ചിന്തിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ദൈവവചനം പറഞ്ഞു കൊടുക്കേണ്ടത്, ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഈ 15 വയസ്സ് കാലയളവിൽ കുട്ടികൾക്ക് ദൈവത്തെ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. ഹലോ, 15 വയസ്സെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് പാസ്സാവും. ഈ 10ാം ക്ലാസ് കൊണ്ട് ലോകപ്രകാരം അവൻ അറിയേണ്ടതെല്ലാം പഠിച്ചിട്ട് അവൻ ഇരിക്കുന്ന. പക്ഷെ യേശുപ്പച്ചൻ ആരാന്ന് ചോദിച്ചാ, പരിശുദ്ധാത്മാവ് ആരാന്ന് ചോദിച്ചാ, പിതാവ് എവിടാന്ന് ചോദിച്ചാ, അത് പോട്ടെ, 40 വയസ്സായ നമ്മളോട് ചോദിച്ചാ, ഈ 15 വയസ്സ് വരെ അതുകൊണ്ടാ വചനത്തിൽ എഴുതി വെച്ച്. നമ്മൾ വചനം പറയുമ്പോൾ പറയും, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തന്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നു. അപ്പൊ തന്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കപ്പെടണമെങ്കിൽ ആ ബാലന് അതിന്റെ മാതാപിതാക്കൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും കൃപയൊക്കെ പപ്പയുടെ കയ്യിൽ ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് പ്രൈസ് ചെയ്യില്ല. പപ്പ ഇങ്ങനെ ബൈബിളിലെ കഥകളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സോറി, മോശയെ പറ്റി, നോഹയെ പറ്റി, ആദമിനെ പറ്റി, ഏതോ തോട്ടത്തെ പറ്റി നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഇല്ലെങ്കിൽ നമ്മളത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 15ാമത്തെ വയസ്സിൽ ഇവനെ ലോക്കിടാൻ നോക്കിയാൽ ഇവൻ ലോക്കാവൂല. കാരണം എന്താണെന്നറിയാമോ? ഈ ജഡമെന്ന് പറയുന്ന സാധനം ഈ ലോകവും ലോകത്തിന്റെ മോഹത്തോട് ചേർന്ന് നിൽക്കുക. ഇങ്ങനെ ലോക്കായി നിൽക്കുക. 15 വർഷം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചെടുത്തു, വിത്തൗട്ട് ക്യാഷ് മണി വി കാൻറ്റ് സർവൈവ്. ഇത് ഇവന്റെ ഉള്ളിനകത്തോട്ട് കയറിയിരിക്കുക. പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ ആകെ പഠിപ്പിച്ചൊരു സംഗതി. പിന്നെ ഇവരറിയാതെ ഇവരെ പഠിപ്പിച്ചൊരു സംഗതി കൊണ്ട് ഉടുപ്പിടണം. എന്തിടണം? കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വസ്ത്രം ധരിപ്പിച്ച്? കുഞ്ഞുങ്ങൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഫീഡ് ചെയ്ത്? അല്ല. അവർക്ക് മഴയത്ത് കിടക്കാൻ പറ്റില്ല. പട്ടിയും പൂച്ചയൊക്കെ കിടക്കുന്നത് പോലെ മഴയത്ത് കിടക്കാതെ ഞങ്ങളെ എവിടെയെങ്കിലും തണലിൽ കൊണ്ടിരുത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു ഷെൽട്ടറിനകത്തേക്ക് ആക്കിയത്? അല്ല. അപ്പൊ നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറ്റവും അധികം അറൌണ്ട് 95% ഈ ജഡത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട ജഡീക സുഖങ്ങളെ പറ്റിയാണ് നാം പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാത്തവരെ കൈവപ്പിക്കോ, ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞിനെ പഠിപ്പിക്കുന്ന, എടാ നിക്കറിട്ടുണ്ട് ഓടാം. അവൻ ചോദിക്കുമ്പോ നിക്കറില്ലേ ഓടാം, നിക്കർ ഉണ്ടേ ഓടാം. പിന്നെ നിക്കർ എന്തിനാ? എടാ നിക്കറിട്ടിട്ട് ഓടാൻ.
എന്ന് പറയുന്ന ഒരു തല ചിന്തിച്ച് നോക്കിക്കും. ഇനി കൊച്ചേന് ഉടുപ്പിട്ടിട്ട് പൊടി, ഉടുപ്പിട്ടില്ലേ എന്നാ കുഴപ്പം? എന്നാ കുഴപ്പം? അപ്പൊ നമ്മൾ കൊച്ചിനോട് പറയാണ്, നിന്റെ ബോഡി കവർ ചെയ്യുവാൻ, സൂര്യന്റെ ചൂടേക്കാതിരിക്കാൻ, മഴ കൊള്ളാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? നിന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊരു 15 വയസ്സ് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊച്ചിനെ കൊടുത്തു കഴിയുമ്പോൾ കല്യാണത്തിന് പോകാന്ന് പറയുമ്പോൾ കൊച്ചിന് നിന്നിപ്പോ പോവും. അതിനർത്ഥം എന്നാ? ഇൻബോൺ ആയിട്ട് അവന് കിട്ടിയ ഒരു കഴിവുണ്ട്, വസ്ത്രം ധരിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് ടേബിളെ വന്നിട്ട്, മമ്മി ഐ വാണ്ട് നൂഡിൽസ്, എനിക്ക് നൂഡിൽസ് വേണം എന്ന് പറയുന്നത് 15 വയസ്സ് വരെ പഠിപ്പിച്ചതിന്റെ ബാക്കിയല്ലേ പറയുന്നത്? നൂഡിൽസ് വിടും, ഭക്ഷണം വേണമെന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് മോനെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 15 വയസ്സ് വരെ ഡപ്പിയിൽ അടച്ച് ചോറ് കൊടുത്ത് വിടുന്ന നമ്മള് ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് കഴിക്കണമെന്ന് പിള്ളേരെ പഠിപ്പിച്ചത് എങ്ങനെയാ? അതുകൊണ്ടല്ലേ ഈ 60ാമത്തെ വയസ്സിൽ 1 മണിയാകുമ്പോൾ തല പറഞ്ഞിട്ട് ഉച്ചയായി ഊണ് കഴിക്കണമെന്ന് പറയുന്നത്. കൃപയ്ക്കാണെങ്കിൽ സമയമാണുള്ള പ്രശ്നം. അപ്പൊ വിശപ്പല്ല, സമയം. അയ്യോ അമ്മ 10 മണിയായി ബ്രേക്ക്ഫാസ്റ്റ്, 1 മണിയായി ചോറ്, 4 മണിയായി ചായ. നമുക്ക് വിശന്നിട്ടല്ല, അങ്ങനെയാണ് ചെറുപ്പം തൊട്ടുള്ളത്. ഇത് ചിലര് ആ സിസ്റ്റം അറിയാതെ ഇൻബോണായിട്ട് ജനനത്തിൽ തന്നെ ഉള്ളിൽ കൊണ്ടു നടക്കുക അല്ലേ? ശരിയല്ലേ പറയുന്നത്? തെറ്റാണെങ്കിൽ നിങ്ങൾ കൈ പോകണം കേട്ടോ. ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്റെ സംസാരത്തെ ബ്ലോക്ക് ചെയ്ത് കളയരുത്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചെറുപ്പത്തിലെ ഇന്ത്യൻ ഭക്ഷണ രീതി അനുസരിച്ചുള്ള ഭക്ഷണങ്ങളല്ലേ നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ആ സമയത്ത് ജപ്പാനിൽ ജനിച്ചൊരു കൊച്ച് അല്ലെങ്കിൽ അമേരിക്കയിൽ ജനിച്ചൊരു കൊച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത്? അല്ല. എന്ന് വെച്ചാൽ ചില രുചികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കും. മാങ്ങാപ്പഴം നല്ലതല്ലേ? ചക്കപ്പഴം നല്ലതാണോ? എനിക്ക് ഏത് ഫ്രൂട്ടാ ഇഷ്ടം? സൂപ്പ്. ഞങ്ങൾ സൂപ്പിന്റെ ആളാണ്. കൊച്ചിന് അവനെ എപ്പോ പോയാലും അവന് ചെറുപ്പം തൊട്ടേ അവന് എത്ര എരിവ്, ബാക്കി എണ്ണ എരിവ് കൊടുത്താലും കഴിക്കില്ല. സൂപ്പിന്റെ എരിവ് അവൻ മൂക്കിൽ കൂടെ കണ്ണി കൂടെ വെള്ളം വന്നാലും അവൻ എന്ത് ചെയ്യും? കുടിക്കും. കാരണം അതൊരു ചെറുപ്പത്തിൽ അവന് കിട്ടിയ ഒരു ടേസ്റ്റാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ 15 വർഷം ചില ടേസ്റ്റുകൾ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ലേ? നമ്മൾ പറയാത്ത ഭക്ഷണം, ആ ഭക്ഷണം എനിക്ക് അത്രയാണ് പിടിച്ചില്ല, ഇതിൽ നല്ല വീട്ടിൽ പോയത് കഴിക്കുന്നതായിരുന്നു. ഒരു കല്യാണത്തിന് പോയത് നമുക്ക് എന്ത് ഇഷ്ടപ്പെട്ടില്ല? നിർത്തി പൊരിച്ച കോഴി ഇഷ്ടപ്പെട്ടില്ല. വേവാത്ത സാധനം കടയിൽ പോയി മേടിക്കണം. ഒന്ന് മേടിക്കാൻ 500 രൂപ കൊടുത്തു വിടണം. 499 രൂപ കടക്കാരൻ മേടിക്കും. അത് നിർത്തിപ്പൊരിച്ച കോഴിക്ക്. അതിപ്പോ വെറുതെ കിട്ടിയപ്പോ എന്താ? അതിനകത്ത് ഒന്നും വെളുത്തായിരിക്കുന്നു. കാരണം എന്താ? ചെറുപ്പം മുതലേ ശീലിച്ചിരിക്കുന്ന എന്താ? ആ മസാലയും ഉപ്പും എരിവും. നമ്മുടെ ചില ശീലങ്ങളുണ്ട്. ഈ ചില ശീലങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കൊണ്ടു നടക്കുന്ന ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന എവിടെയാണെന്ന് നമ്മുടെ കുടുംബത്തിനകത്താണ്. ഇതെവിടെയൊക്കെ കൊള്ളാൻ സാധ്യത ഉണ്ടാകും. അപ്പൊ അത് കൊള്ളുന്നെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ജഡത്തെ കുറിച്ച് പഠിക്കുന്നത്. ജഡം എന്താഗ്രഹിക്കുന്നു അത് 15 വർഷം കൊടുത്ത് പോഷിപ്പിച്ച് അവന്റെ ഇഷ്ടത്തിന് അവന് ഇടേണ്ട ഈ വസ്ത്രം കൊടുത്ത് അവനെ സ്റ്റൈലായിട്ട് ഒരുക്കിക്കൊണ്ട് നടന്ന് അവന് കഴിക്കേണ്ട ഭക്ഷണം കൊടുത്ത് അവന്റെ താളത്തിനൊട്ട് വന്നപ്പോഴാണ് ദൈവവചനത്താൽ നമ്മൾ പിടിക്കപ്പെട്ടത്. ഹലോ, എന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും, എന്റെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ഞാൻ ധരിക്കും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും, എനിക്ക് കാണേണ്ടതൊക്കെ ഞാൻ കാണും. അപ്പോഴാണ് സുവിശേഷം കേട്ട്, ഹലോ, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടത്. അപ്പോഴും നമ്മൾ എന്ത് വിട്ടില്ല? അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ശൈലികളെ നമ്മൾ എന്തില്ല? വിട്ടില്ല. ഈ ചെറുപ്പകാലത്തെ പറ്റി ഞാൻ പറഞ്ഞു. 15 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം, മാതാപിതാക്കളുടെ കരുതൽ, അതുപോലെ തന്നെ സഭ, അതുപോലെ തന്നെ കുടുംബം, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സ്നേഹം, ഇതൊക്കെ എന്നുവെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ട ടൈമാണ് ഈ 15 ഇയേഴ്സ്. ആത്മാവിന്റെ ഫലങ്ങളുണ്ടല്ലോ, സ്നേഹം, സന്തോഷം, സമാധാനം,
ക്ഷമ. ക്ഷമയൊക്കെ കിടന്നു അവനെ ക്ഷമ പഠിപ്പിക്കണം. ഇതാണ് മോനെ ക്ഷമ, നീ ക്ഷമിക്ക് അല്ലേ, അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞ് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ 15 വയസ്സ് കഴിയുമ്പോൾ അവന്റെ ബോഡിയുടെ കൺട്രോൾ അവന്റെ കയ്യിലിരിക്കും. ഇപ്പൊ എന്നാ പ്രശ്നം അറിയോ, ബോഡി എന്ന് പറയുന്നോ അത് അവൻ ആ സ്പോർട്ടിൽ വേണം. ഞാനിപ്പോ ഒരു കാര്യം പറയണം, എനിക്ക് തോന്നാണ് ഇപ്പൊ നല്ലൊരു കാറ് അല്ലാണ്ട് ഇരുന്ന് AC യിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു കാർ എന്ന് പറയുന്നത് ബെൻസ്. അതല്ലാതെ ചെറിയ വണ്ടികളൊന്നും ഇല്ല. എന്റെ ബോഡി പറയാം, എടാ ബെൻസ് ആണ് സൂപ്പർ വണ്ടി, എടാ 3 ലക്ഷം രൂപ കൊടുത്താലും നല്ല കാറ് കിട്ടും. പിന്നെ നീ എന്തിനാ ബെൻസിലേക്ക് പോകണം? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയം. അപ്പൊ എന്റെ ബോഡിയുടെ ആഗ്രഹം സൂപ്പർ എന്ന് പറയാൻ പറ്റുന്ന, അടിപൊളി എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് എനിക്ക് വേണം, അല്ലേ? അങ്ങനെയാ, അല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല. അല്ലേ? നമ്മൾ വസ്ത്രം മേടിക്കാൻ പോവാ, വസ്ത്രം മേടിക്കാൻ പോകുമ്പോ അത് കൊള്ളത്തില്ല ചേച്ചി, അതിനെടുത്തോ എന്നാരെങ്കിലും പറയുമോ? പറയത്തില്ല. ഈ ജഡത്തെ, ഈ ബോഡിയെ ബെസ്റ്റ് ആയിട്ട് ഒരുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും നശിപ്പിച്ച് കളയുന്ന വ്യക്തിയല്ല മനുഷ്യൻ. അവന്റെ ബെസ്റ്റ് കൊടുക്കും അവന്റെ ശരീരത്തിന്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നീ നിന്റെ ശരീരത്തെ പോലെ തന്നെ ആരെ സ്നേഹിക്കണം എന്ന് പറയും. മടി ഭാര്യയെ സ്നേഹിക്കണമെന്ന് വചനം എഴുതിയത്. ഞാൻ എത്രമാത്രം കെയർ എന്റെ ബോഡിക്ക് കൊടുക്കുന്നോ അതേ ആ ബോഡിക്ക് കൊടുക്കുന്ന മൂല്യം അതുപോലെ തന്നെ കുടുംബജീവിതത്തിനകത്ത് വരണമെന്ന് വചനം പഠിപ്പിക്കുന്നു. എന്താ? അപ്പൊ ഞാൻ എന്റെ ബോഡിക്ക് ഒരു ബോധ്യം കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ, എന്റെ ബോഡിക്ക് ഞാൻ കെയർ ചെയ്യുന്നില്ല, ഞാൻ വസ്ത്രം തേച്ചിടുന്നില്ല, ഞാൻ മുടി വെട്ടുന്നില്ല, ഞാൻ കുളിക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയ്ക്ക് ആ സ്നേഹം കൊടുത്താൽ മതി. നീ അങ്ങനെ അല്ലെങ്കിൽ, നീ എന്താണോ നിന്റെ ബോഡിയെ നീ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നീ എന്ത് ചെയ്യണം, നിന്റെ ഫാമിലിക്കകത്ത് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ 15ാമത്തെ വയസ്സിന് എങ്ങോട്ട് വന്നു? 15ാമത്തെ വയസ്സിൽ നമ്മളിപ്പോ എങ്ങോട്ട് ചാടിയേ? കുടുംബ ജീവിതത്തിനകത്തേക്ക് ഒറ്റ ചാട്ടമാണ്. ഈ 15 വയസ്സ് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു അതൊക്കെ പിള്ളേർ ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ടൈമുണ്ട്, 5 പീരീഡ് ആയിട്ട് ഇതിനെ തിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ജഡത്തിന് സാമ്പത്തിക ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കുവാൻ എന്നൊരു ട്രെയിനിങ് നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലോകം എന്താണ്? ഈ ലോകം. 2 സാമ്പത്തികം, ഫിനാൻസ്. 3 എന്താണ്? വിവാഹം, നല്ലൊരു കുടുംബ ജീവിതം. പിന്നെ 4 സാമ്പത്തിക ഭദ്രത. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഒഴിവുണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് പരിപാടി ഒന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വരണേ, അവിടെ പാസ് ഹോളൊക്കെ തുറന്നു വെച്ചിരിപ്പുണ്ട്, നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ. ഇങ്ങനെയാ പിള്ളേരെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എടാ നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എവിടെ പോകും? നരകത്തിൽ പോകുന്നതായാലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നീ ചാണകം ചോക്കാൻ. അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറയോട് അങ്ങനെ നമ്മൾ പറയാറില്ല. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നല്ല ജോലി കിട്ടത്തില്ലെന്ന് പറയും. അതിനർത്ഥം എന്താ? പഠിത്തം കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റിലേക്ക് അവനെ എൻഗേജ് ചെയ്തു. ആര്? മാതാപിതാക്കൾ. നിങ്ങളൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുന്നത് ശരിയല്ലേ പറഞ്ഞേ? 15 വയസ്സ് വരെ കൊച്ചിന്റെ ഉള്ളിലോട്ട് പറഞ്ഞു കൊടുത്ത കാര്യം, മോനെ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. ഇത് കേൾക്കുന്ന കൊച്ചിന് അശ്വിമൻ എടുക്കും. നന്നായിട്ട് പഠിക്കണമെന്ന് തോന്നണം. അന്ന് അമ്മച്ചി അപ്പച്ചനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നല്ല, നന്നായിട്ട് പഠിക്കാൻ തോന്നും. ഈ നന്നായിട്ട് പഠിച്ച് ഇവനൊരു ജോലി കിട്ടിയ ഇവനെ വെറുതെ വിടുവോ? നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. നീ ചെയ്യണം, ഒരു വിവാഹമൊക്കെ കഴിച്ച് അവനെ പിടിച്ചെന്ത് ചെയ്യും? കല്യാണം കഴിക്കും. ഇനി അത് മതിയോ? പിറ്റേ മാസം തൊട്ട് തുടങ്ങും വിശേഷമൊന്നും. ഈ ജഡത്തിന്റെ പുറകെ വേറൊരു ജഡം ഇങ്ങനെ നടക്കുക. എന്തിനാണെന്നറിയോ? അവന്റെ മരണം അവനെ പെട്ടിയിലടക്കി ആ ലാസ്റ്റ് മണ്ണെടുത്തിരുന്നത് വരെ അവന്റെ പുറകെ ഉണ്ടാവൻ. ഒരാള് ഭൂമിയിലേക്ക് വന്ന് മരിച്ച് പെട്ടിക്കകത്ത് കയറി സെമിത്തേരി കൊണ്ടുവച്ച് ലാസ്റ്റ് മണ്ണിടുന്നത് വരെ നീ ഒരു കാര്യം ഓർക്കണം, നാട്ടുകാരെന്നാ ചിന്തിക്കും? ഹലോ, നാട്ടുകാരെ സംതൃപ്തിപ്പെടുത്തി ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാട്ടുകാരെന്നെ വിചാരിക്കും, ലോകക്കാരെന്നെ വിചാരിക്കും.
കാരണം നീ നിന്റെ കാര്യം നോക്കോ. നിന്റെ ജഡത്തിന്റെ കൺട്രോൾ നിന്റെ ആത്മ മനുഷ്യനിലേക്ക് കൊടുക്കാത്തിടത്തോളം കാലം ആൾക്കാർ എന്നാ ചിന്തിച്ചാലും നിനക്കൊരു ഒന്നുമില്ല. ശരിയാണോ? അപ്പൊ ഈ ജഡത്തെ ആര് കൺട്രോൾ ചെയ്യണം? അതാ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞില്ലേ? നമ്മുടെ ജഡത്തെ ആത്മാവ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞു അല്ലേ? ഇത്രയും നാളും നമ്മുടെ ജഡത്തെ ആരെ കൺട്രോൾ ചെയ്തേ? ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ ശരീരത്തിന്റെ അവകാശം ആർക്കാർ? ഭർത്താവാണെങ്കിൽ ഭർത്താവിന്റെ ശരീരത്തിന്റെ അവകാശം ആർക്കാർ? ഭാര്യയ്ക്ക്. അങ്ങനെയാണ് മക്കളുടെ ശരീരത്തിന്റെ അവകാശം ആർക്കാർ? മാതാപിതാക്കന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളുടെ ശരീരത്തിന്റെ അവകാശം ആർക്കാർ? ഞാൻ മിണ്ടാതിരിക്കുന്ന മക്കൾക്കല്ലേ? സമ്പത്ത് മാത്രം മേടിക്കാൻ നമ്മൾ പോയാൽ മതിയോ മരിച്ചു കഴിയുമ്പോ? അതിനൊരു അവകാശമുണ്ട്. ആരാ? മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉത്തരഫലം അവൻ നൽകുന്ന പ്രതിഫലവും. ദാറ്റ് മീൻസ് ദൈവത്തിന് ഈ ജഡത്തെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. ഹലോ, എന്റെ കുടുംബത്തിൽ ഞാൻ ജനിക്കണമെന്ന് പറഞ്ഞിട്ടല്ല പേരകത്തശ്ശേരിയിൽ കുഞ്ഞുമ്മന്റെ സാലമയുടെ മകനായിട്ട് ഞാൻ. അങ്ങനെ നിങ്ങൾ പറഞ്ഞു വന്നവരാരോട് കൈവക്കി? നിങ്ങളുടെയൊക്കെ വീട്ടുപേരെന്തോ? ഇവിടത്തെ മതി ഉപ്പുമാക്ക്. ആ വീട്ടുപേര് എഴുതി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേ. ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന മാതാവിന്റെ പിതാവിന്റെ മകനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ജഡം വന്നേ? അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജഡത്തെ കുറിച്ച് ഇത് അയച്ചവന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മളിത് വീട്ടിൽ ജനിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഈ ജഡത്തെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ ജഡത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഒരു മാനപാത്രമായി ജഡത്തെ ഉപയോഗിക്കും. ആമേൻ. അപ്പൊ നമ്മൾ അവസാനം വന്ന് നിൽക്കുന്നത് ആത്മാവിലാണ്. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കും അല്ലെ? ജോലി എന്തിനാന്ന് പഠിപ്പിക്കും, സാമ്പത്തികം എന്തിനാന്ന് പഠിപ്പിക്കും, ഭൂമി സ്വത്തുക്കൾ എന്തിനാന്ന് പഠിപ്പിക്കും. അവസാനം വരുന്നതാണ് മോനെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നിത്യതയുണ്ട്. നമ്മൾ യേശുപ്പച്ചന്റെ അടുത്ത് പോണ്ടേ? അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? ഇതാണ് ആകെ അറിയാവുന്ന ഒരു കാര്യം. നമ്മുടെ കൊച്ചിലെ പിള്ളേർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്താ? മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എന്നാ വേണമെന്ന് ഈ പറഞ്ഞു കൊടുക്കുന്ന ആർക്കും അറിയത്തില്ല, കേൾക്കുന്ന കൊച്ചിനും അറിയത്തില്ല. കാരണം എന്താ? പറഞ്ഞു കൊടുക്കുന്ന ആള് 15 വയസ്സ് തൊട്ട് ഈ വയസ്സ് വരെ ജീവിച്ചതും ഒരു മായാലോകത്തിലാണ്. എന്ത് പറഞ്ഞു കൊടുക്കാനാ? ഞായറാഴ്ച പള്ളി സഭ ആരാധന ഉണ്ട്, മാഷ് പറയുന്നതൊക്കെ കേട്ടനുസരിച്ചൊക്കെ നിന്ന സ്വോത്രകാഴ്ച ദശാംശമൊക്കെ കൊടുത്ത് നിന്ന അത് നല്ലൊരു അടക്കം കിട്ടും. പിന്നെ എല്ലാരും കൂടെ പ്രാർത്ഥിച്ച് നമ്മളെ അവസാനമായിട്ട് എന്ത് ചെയ്യും? ഒരു യാത്രയപ്പൊക്കെ നൽകി പോവില്ല. അങ്ങനെ ഒന്നും സ്വർഗത്തിൽ ആരും പോവില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രിയകൾക്കും ഈ ജഡത്തിന്റെ ആത്മാവിനെ സ്വായത്തമാക്കുവാൻ കഴിയത്തില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടോ സൽപ്രവൃത്തികൾ കൊണ്ടോ നിന്റെ എന്റെ ആത്മാവ് സ്വർഗരാജ്യം എന്തില്ല, കാണില്ല. ഹലോ, പിന്നെന്തിനാ ജീവിക്കുന്നേ? ജനിച്ചു, അതുകൊണ്ട് മരിക്കുന്നവരെ എങ്ങനെങ്കിലും ഒന്ന് മരിക്കാൻ വേണ്ടിയാണോ ഈ ജീവിക്കുന്നത്? അല്ല. പക്ഷെ മരിക്കുന്നവരെ എങ്ങനെങ്കിലും തട്ടിക്കൊണ്ടിരിക്കാൻ പോകണം. അതല്ലാതെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെന്നേ. പക്ഷെ ദൈവത്തിന് ഓരോ ജഡത്തെ കുറിച്ച് പ്രതീക്ഷയുണ്ടോ? ആമേൻ. ആ ജഡത്തെ കുറിച്ച് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ എന്റെ വായ പോലെ എന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നവൻ. ഹാനോക്ക് എന്റെ കൂടെ നടന്നു. അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്തേ ആ ജഡത്തിനൊക്കെ പേര് വീണേ? അവൻ നീതിമാൻ. ഹലോ, എന്തേ ആ പേര് വീണേ? അപ്പന്റെ അമ്മയുടെ ക്രെഡിറ്റ് കൊണ്ടൊന്നും അല്ല കേട്ടോ. അവന്റെ ജഡവും അവന്റെ ആത്മാവും ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഇന്ന് രാത്രിയിൽ നാം ഈ വചനം കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു വചനങ്ങളും ഞാൻ അതിനകത്ത് കോട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പഠിക്കാൻ പോകും. അതിനു മുമ്പ് നമ്മൾ 2 ആഴ്ച മിക്കവാറും ടൈം എടുക്കാൻ സാധ്യതയുണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ. ആമേൻ. അപ്പൊ നമ്മൾ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മടിയാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ജഡത്തിന് ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് ഉണ്ടോ? ആത്മീയ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ചെവിയെ കുറിച്ച് പറഞ്ഞില്ലേ? എനിക്ക് എന്ത് ചെയ്യണ്ട, എനിക്ക് കേൾക്കണ്ട, എനിക്ക് എന്ത് കേൾക്കണ്ട, എനിക്ക് വചനം, നീ എന്നോട് സുവിശേഷം ചെയ്യണ്ട, പറയണ്ട. അത് ഈ ജഡത്തിന് ഇഷ്ടമല്ല. ഈ കേൾക്കാത്തത് കൊണ്ട് തന്നെ മാസ്റ്റർമാരോട് പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഇത് ഉറങ്ങുമല്ലേ? അവരെ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ കേൾക്കാത്തത് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ നമുക്കെന്തില്ല.
മനസ്സിലെന്നല്ല, ഒന്നുമില്ല നമ്മുടെ ഉള്ളിൽ. ഞാൻ എന്തായാലും കേട്ടാലല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഉറക്കത്തില്ല, നല്ല ഉറക്കത്തിൽ ആശീർവാദം പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ ചാടി എഴുന്നേക്കും. ചിരിക്കുന്നു പുള്ളി. അപ്പളാ പുള്ളി എന്നെ ഓർത്ത ഇവിടെ ഒരാള് ഉണ്ടല്ലോ. അങ്ങനല്ല, നാം കേൾക്കുന്നത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് 15 വയസ്സ് വരെ കൃത്യമായി അവരെ വളർത്തിയാൽ അവർ വഴിതെറ്റി പോവില്ല. കാരണം അവർക്ക് മനസ്സിലാവും, ഞാൻ ജീവിക്കുന്ന യേശുവിന് വേണ്ടിയാണ്. എനിക്ക് തരുന്ന എല്ലാ ദാനങ്ങളും യേശുവിന്റെ ദാനമാണ്. ഞാൻ നേടിയതൊക്കെ യേശുവിന്റെ കൃപയാണ്. ഞാൻ നിൽക്കുന്നത് എന്റെ കൃപ കൊണ്ട്, എന്റെ മിടുക്ക് കൊണ്ടോ അല്ല, എന്നെ ദൈവം നിർത്തിയതാണ്. ഇങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നമ്മൾ എന്ത് ചെയ്യണം? വചനം അവരുടെ ഉള്ളിലേക്ക് കടത്തി വിടണം. വചനമാണ് ക്രിയ ചെയ്ത് ജഡത്തെ എന്ത് ചെയ്യുന്നത്? മെരുക്കിയെടുക്കുന്നത്, ഒതുക്കിയെടുക്കുന്നത്. ചെത്തേണ്ടതിനെ ചെത്തുന്നത്, വെടിപ്പാക്കേണ്ടതിനെ വെടിപ്പാക്കുന്നത് എന്താണ്? വചനമാണ്. ഇതെന്തിന്? ഇതിന്റെ ആവശ്യകത എന്ത്? ഇതിന്റെ ഗുണം എന്ത്? ഇതൊന്നും പൊതുവെ ജഡത്തെ നമ്മൾ ശീലിപ്പിക്കാറില്ല. ഇതൊക്കെ ജഡത്തിന്റെ സ്വയമായുള്ള പ്രവൃത്തി പരിചയത്തിലൂടെ, ചില കഷ്ടനഷ്ടങ്ങളിലൂടെയൊക്കെയാണ് ജഡം അത് സ്വായത്തമാക്കുന്നത്. ചില കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിലൂടെയാണ് പഠിച്ചതെന്ന് പറയത്തില്ലേ? അതാ ആ പറഞ്ഞത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഇനി അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കും. ഇതൊക്കെ വന്നത് എവിടുന്നാ? ഇതൊക്കെ വന്നത് അനുഭവത്തിൽ നിന്നാണ്. എടാ, ഞാൻ എന്റെ അനുഭവം കൊണ്ടാണ് നിന്നോട് പറഞ്ഞു തരുന്നതിന് മാതാപിതാക്കൾ പറഞ്ഞു തരാറില്ലേ? ആ, ഈ അനുഭവത്തിലൂടെ പഠിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ആരുടെ ഉള്ളിലുള്ളൂ? ഈ ജഡത്തിന്റെ ഉള്ളിലുള്ളൂ. കേട്ടതില്ല, കേൾക്കാൻ ചെവി കൊടുത്തില്ല, അതാണ് പറ്റിപ്പോയത്. എന്നാൽ ഇതൊക്കെ ജഡത്തിലൂടെ സ്വയമായുള്ള പ്രവൃത്തി പരിചയത്തിലൂടെ, ചില കഷ്ടനഷ്ടങ്ങളിലൂടെയൊക്കെയാണ് സ്വായത്തമാക്കുന്നത്. ചില എക്സ്പീരിയൻസുകളാണ് ഇതിനെ സൃഷ്ടിച്ചെടുക്കുന്നത്. ജഡത്തിന് തന്റെ ഇഷ്ടങ്ങൾ തനിയെ ചെയ്യാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? ജഡത്തിന് എൻ്റെ ജഡത്തിന്റെ ഇഷ്ടം സ്വയമായി ചെയ്യാൻ പറ്റത്തില്ല. അതിനെന്ത് വേണം? പഞ്ചേന്ദ്രിയങ്ങൾ വേണം. അതിനെന്ത് വേണം? ശരീരത്തിലെ അവയവങ്ങൾ വേണം. എൻ്റെ ജഡം ഇങ്ങനെ നിന്നുകൊണ്ട് തീരുമാനിക്കുക, ഞാൻ 3 ഷർട്ടും ഉടുക്കാൻ പോവാ. ഉടുക്കുവോ? ഞാൻ ഇന്ന് ബിരിയാണി കഴിക്കാൻ പോവാ. കഴിക്കുവോ? അപ്പൊ എന്താ? സ്വയമായിട്ട് ഈ ജഡത്തിനൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ജഡത്തിന്റെ ആശ എപ്പോഴും ഈ ലോകത്തോടും ആഹാരത്തോടും വസ്ത്രത്തോടും സാമ്പത്തികത്തോടും ആയിരിക്കും. ജഡം ഇതിനു വേണ്ടി വല്ലാതെ ഉത്സാഹമുള്ളതായി കാണാറുണ്ട്. ദൈവവചനത്തിൽ നാം ഇത് വ്യക്തമായി കാണുന്നു. എങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഇത് ജഡത്തെ നയിക്കുന്നു. കൺമോഹം, ജഡമോഹം, ജീവിക്കുവാനുള്ള പ്രതാപത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനെ നയിക്കുന്നു? ഈ ജഡത്തെ നയിക്കുന്നു. ജഡം നശിച്ചു പോകുന്ന ഒന്നാണ്. ഒരു ജഡം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നശിക്കും. അത് മണ്ണിലേക്ക് തന്നെ അഴുകിപ്പോകും, ഇടുങ്ങിച്ചേരും. അത് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. ശരിയല്ലേ? പലപ്പോഴും ആലോചിക്കുക, നമ്മളെയൊക്കെ പ്രവർത്തി കണ്ടു കഴിഞ്ഞാൽ ഇവ ചാകുമെന്നുള്ളൊരു ഓർമ്മയില്ലാതെ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നാറില്ലേ? ആ, നെഞ്ചൊക്കെ വിരിച്ച് നമ്മൾ ജംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ അവന്റെ ആ ഇരട്ടച്ചങ്ക്, അവന്റെ ആ സെറ്റപ്പ്, അപ്പോഴൊന്നും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇവ ചിന്തിക്കുന്നില്ല. ഈ ജഡത്തെ ദൈവികമാക്കുവാനും പൈശാചികമാക്കുവാനും ഒരു ശക്തിക്ക് കഴിയും. എന്തിനാണെന്നറിയാമോ? ഈ ജഡത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കണമെങ്കിലും പിശാചിന് വേണ്ടി കൊടുക്കണമെങ്കിലും ഒരാൾക്ക് വരും, ഒരവയവത്തിന് പറ്റും. മനസ്സിന് പറ്റും. ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 6 വർഷത്തായി. ഞാൻ ഇന്ന് ഞായറാഴ്ചയാ എന്ന് രാവിലെ അല്ല എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നില്ല. ഞാൻ കേട്ടല്ലോ, അപ്പുറത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞു, ഞാൻ രാവിലെ ഒന്ന് പള്ളിയിൽ പോയതാ, ഇനി വൈകിട്ട് എനിക്ക് നിങ്ങൾ പോകുന്നവരൊക്കെ പോകും, ഞാൻ വിടുന്നോളാന്ന് പറഞ്ഞു. 2 പേരൊന്നും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിന്, നമ്മുടെ ജഡത്തിന്റെ ഡിസിഷൻ മേക്കറാണ് മനസ്സ്. നമ്മൾ
കാതലായ ഭാഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞ മാനസാന്തരപ്പെടണം. ദൈവത്തെ കറക്റ്റ് ആ സ്പോട്ടിൽ കയറി പിടിക്കാൻ കാരണം ദൈവത്തിനറിയാം ഇവന്റെ ഡിസിഷൻ മേക്കർ ഇവന്റെ മൈൻഡാണ്, മനസ്സാണ്. അതുകൊണ്ട് അവനെ നിക്ക്, ഒന്ന് മാനസാന്തരപ്പെട്ടിട്ട് പോകും. മനസ്സിനോടല്ലേ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ വചനം കേൾക്കുന്ന വഴിവെക്കിൽ നിന്ന് വചനം കേൾക്കുന്നവൻ മനം തിരിഞ്ഞു എന്നല്ലേ പറയുന്നേ. അപ്പൊ കേൾക്കാൻ താല്പര്യമുള്ളത് കേൾക്കുകയും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കേൾക്കുകയും ചെയ്യുന്നത് മനസ്സിന്റെ നിർണയപ്രകാരമാണ്, അല്ലേ? അത് ഞാൻ പറഞ്ഞു. പറയുന്ന ഞാൻ മാത്രമേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഓക്കെ. അപ്പോ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും, ഈവൻ നമ്മൾ വസ്ത്രങ്ങൾ മേടിച്ചു വെക്കുന്നത്, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, ഭർത്താവുമായുള്ള ബന്ധം, ഇനി അത് പോട്ടെ, കോടിക്കണക്കിന് ആസ്തികൾ, FD, കാറ്, വീട്, എല്ലാം ജഡത്തെ പോഷിപ്പിക്കാൻ വെച്ചതെല്ലാം ഇട്ടേച്ച ദിവസം പോകണം. സ്വന്തമായിട്ട് വസ്ത്രമില്ലാതെ വന്നയാള് ആരെങ്കിലും മേടിച്ചൊരു വസ്ത്രത്തിനകത്ത് കയറി തീരും. അതാണ് യാഥാർത്ഥ്യം. ചിലര് മരിക്കുമ്പോൾ എനിക്ക് കല്യാണ വസ്ത്രം ഉടുക്കണമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. ഉടുപ്പിക്കാൻ വരുന്നവൻ അറിയാവോ ഈ ചിന്ത ഈ പുള്ളിക്കുണ്ടെന്ന്? ഉടുപ്പിക്കാൻ വരുന്നവൻ കൈ കിട്ടുന്ന ഉടുപ്പിച്ചിട്ട് വിടും. ഹലോ, നമ്മുടെ ഞാൻ എല്ല് സൈസ് അല്ലാതെ ഇടത്തില്ലെന്ന് പറയുന്നത് നമ്മളെ എമ്മിനകത്ത് കയറ്റി കുത്തി തിരികി അപ്പഴാ വിചാരിക്കുന്ന ഫ്രണ്ടിൽ ബട്ടൺ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് പുറകിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. കാരണം ബട്ടൺ ഇടാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഫ്രണ്ടിലല്ലേ കാണുന്നത്. അപ്പൊ ഷർട്ട് വന്നപ്പോ ഷർട്ട് ഇവിടെ വരെ എത്തുന്നുള്ളൂ. അപ്പൊ ഇനി ഇതെങ്ങനെ മുട്ടിക്കും? വേറെ മേടിക്കാൻ പോകുന്ന സമയമുണ്ടോ? ഇല്ല, പുറകെ എന്ത് ചെയ്യാം, കീറ. അപ്പൊ ഇവിടെ ബട്ടൺസ് എന്തായി? നമ്മൾ ആഗ്രഹിക്കാത്ത വസ്ത്രം ധരിച്ച് കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടായിട്ടും സ്വന്തമായിട്ട് ഒരു നേരം വെള്ളം കുടിക്കാൻ പോകാൻ പറ്റാതെ ആ വഴി വണ്ടി ഇടിച്ചെന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ ഇരിക്കുന്ന കസേരയിരുന്ന് കാറ്റ് പോയി. ഈ സമ്പത്തൊക്കെ ആരും കൊണ്ടുപോയി. മക്കളില്ലാത്തവരാണെങ്കിൽ അത് ഗവൺമെന്റ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ ലോകത്തിലെ നന്മകൾ ആസ്വദിച്ച് ദൈവത്തെ മറക്കാനല്ല, ഈ സകല നന്മകളും ദൈവ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഈ ജഡത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ദൈവനാമത്തിനും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജഡമായി എന്ത് ചെയ്യണം? ആ ജഡം മാറണം. അതിനാ ദൈവം നിന്നെ എന്ത് ചെയ്തേ? ഉന്നത സ്ഥാനങ്ങളിൽ ജോലിയിലാക്കിയേ. ആ നിനക്ക് നല്ല വാഹനം നിന്ന് രണ്ടുപേരെ കയറ്റിക്കൊണ്ട് പോകാനാണ്. അല്ലാതെ ചർച്ചിലെ വിശ്വാസം ഇങ്ങനെ നടന്നു പോകുമ്പോ തിരിഞ്ഞു നോക്കി കൈയൊക്കെ കാണിച്ചു പോവുക. ആ പാവം പിടിച്ചവൻ വെയിലും കൊണ്ട് നടന്ന് മഴയും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു വണ്ടി കയറി വരുമ്പോ മാസ്റ്റർ AC വണ്ടിയിൽ ഇരുന്ന് എന്ത് ചെയ്യാ? സുഖകരമായി പോവുകയാണ്. അതിൽ അസൂയപ്പെടാനല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഉള്ള നന്മകൾ ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഹലോ, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു സബ്ജക്റ്റാണ്. ഒരാൾക്ക് ഇല്ലെങ്കിൽ ഉള്ളവരുടെ എല്ലാം കൂടെ വീതിച്ചിട്ട് എന്ത് ചെയ്യും? എല്ലാവരും ഒരുപോലെയാണെന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുസ്തകന്മാരുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു. ഇല്ലാത്തവനും ഉള്ളവനും എല്ലാം ഒരുപോലെ, ഒരു മനസ്സ്, ഒരുപോലെ വിനിയോഗം, ഒരുപോലെ ദൈവത്തിന് കൊടുത്തു. ഹലോ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ വളരെയും വേറെ ആളും കൂടെ സംസാരിച്ചു പറഞ്ഞു, പഴയ ആത്മീയതയൊക്കെ ഇനി കിട്ടുമോ? അന്നത്തെ കാലം ഇനി തിരിച്ചു വരുമോ? ഓ, അന്നത്തെ സന്തോഷമൊന്നും ഇന്നത്തെ ആരാധനയില്ല. ഇനി അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാകുമോ? നമുക്ക് എന്തുകൊണ്ടുണ്ടാവില്ല? ദൈവം തീർച്ചയായും നമുക്ക് തരും. അത് കേൾക്കുമ്പോ ദൈവം കുറെ ഈ ജഡത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ആത്മീയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബാക്കി ജഡത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറഞ്ഞു നോക്കിക്കേ. ടൂർ പോണെങ്കിൽ രാവിലെ 5 മണിക്ക് അവിടെ വരും, ചർച്ചിന്റെ ഫ്രണ്ടിൽ വരും. പ്രാർത്ഥനയുണ്ട് 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 2 പാട്ട് കഴിഞ്ഞാൽ
എന്നോട് തന്നെയാ സജി ബ്രദർ, അതെന്നെ നിന്നോട് തന്നെയാ പറഞ്ഞു. മനസ്സെന്ത് പറയുന്നു അത് ചെയ്യുവാൻ ജഡം തയ്യാറാകുന്നു. പക്ഷെ അതിൽ ദൈവീകത ഉണ്ടാകണമെന്നില്ല. ജഡത്തിന്റെ പ്രവൃത്തിയെല്ലാം ലോകത്തോട് ബന്ധപ്പെട്ടായിരിക്കും. ജഡത്തിന്റെ വേദന മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പറ്റുമോ? ജഡത്തിന്റെ വേദന മനസ്സിന് മനസ്സിലാക്കാൻ പറ്റുമോ? നേഴ്സുമാരെ കൂടി പറ്റൂന്നേ. നിന്റെ കൈയൊന്നും മുറിഞ്ഞ, നിന്റെ കാലൊന്നും മുറിഞ്ഞ, ആ പ്രഷറൊന്ന് കയറട്ടെ, മനസ്സിന് വിഷമമുണ്ടോ അറിയാം. ആ ഷുഗർ ഒന്ന് കുറയട്ടെ, ഇപ്പൊ തട്ടി പോകുന്ന ആരാ ചിന്തിക്കുന്നേ? ഈ മനസ്സാ ചിന്തിക്കുന്നത്. കർത്താവെ ഉറപ്പാക്കി വെച്ചതൊന്നും തിന്നാനോ ആസ്വദിക്കാനോ കഴിഞ്ഞില്ലായിരുന്നു, ഞാൻ തട്ടിപ്പോകണോ? ആരാ വിഷമിക്കുന്നത്? മനസ്സാണ്. ശരീരം ബലഹീനമാകുമ്പോഴും മനസ്സ് ബലഹീനമാകും. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. അപ്പൊ ബലഹീനമാണെങ്കിലും മനസ്സിനെ ദൈവശക്തിയാൽ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. അപ്പൊ ഈ ജഡമെന്ന് പറയുന്ന സംഗതി നമ്മൾ ഉദ്ദേശിക്കുന്ന നിസ്സാരം ജഡമ വിശാല് എന്നൊന്നും പറഞ്ഞാലൊന്നും പോകുന്ന സംഗതിയൊന്നുമില്ല. കാരണം 10-15 വർഷമായിട്ട് നമ്മളിങ്ങനെ തീറ്റിപ്പോറ്റി കൈ കിട്ടുന്നതൊക്കെ കൊടുത്ത്, നല്ല വസ്ത്രമൊക്കെ കൊടുത്ത്, ഭക്ഷണമൊക്കെ കൊടുത്ത്, അവന്റെ ഇഷ്ടത്തിനൊക്കെ കൊണ്ടു നടന്നിട്ട് പാസ് പറയാ, കുറ്റം പറയരുതെന്ന്. എന്ത് പറയരുതെന്ന്? പിന്നെ ഞാൻ പറയും. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോ 50 വയസ്സായെങ്കിൽ 50 വയസ്സ് വരെയും നമ്മുടെ ബോഡിയുടെ കൺട്രോളിനകത്ത് നിന്നല്ലേ നമ്മൾ ചെയ്തതെല്ലാം. ചിന്തിച്ചു നോക്കിക്കോ. നമുക്കിപ്പോ എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സ് വരെ എന്റെ ബോഡി ആഗ്രഹിച്ചതല്ലേ, എന്റെ ശരീരം ആഗ്രഹിച്ചതല്ലേ ഞാൻ ചെയ്തതല്ല. ഈവൻ നമ്മുടെ കണ്ണായിരിക്കുന്ന കണ്ണാടി പോലും ആരാഗ്രഹിച്ചതാണ്. ശ്യാമളാഞ്ചിയുടെ കണ്ണാടി ലിസാൻഡിക്ക് കൊടുക്കും, ലിസാൻഡിയുടെ കണ്ണാടി ശ്യാമളാഞ്ചി കൊടുക്കും. അല്ല, കണ്ണ് സമ്മതിക്കണ്ട, ആ ഫ്രെയിം ഇഷ്ടപ്പെടുവോ? ഇല്ലെന്നേ, ഇല്ല. നിത്യയുടെ കണ്ണാടി ഇപ്പം ഏലിയാമാലി കൊടുക്കാൻ പറഞ്ഞ ഏലിയാമാലിക്ക് നിത്യയുടെ കണ്ണാടിയുടെ സ്റ്റൈൽ എന്തില്ല. അതൊക്കെ പിള്ളേർ വെക്കുന്ന കണ്ണാടിയാ. ഏലിയാമാലിക്ക് അത് പോരാ, കാലമാലിക്ക് അത് പോരാ. ഇനിയിപ്പോ നിങ്ങളുടെ എല്ലാം കണ്ണാടി റസിമോക്ക് കൊടുത്താലും റസിമോക്ക് അത് ഷൂട്ടാവില്ല. സ്റ്റൈൽ നിന്നില്ല, പെർഫെക്റ്റ്. അതെ, ആരുടെ പെർഫെക്ഷനാ? ജഡത്തിന്റെ. ജഡം ആഗ്രഹിച്ചതല്ലേ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ നടന്നിരിക്കുന്നത്. അതൊന്നും വിട്ടുകൊടുക്കാനാ ദൈവാത്മാവ് പറഞ്ഞത്. അങ്ങനെ ഉള്ള ജഡത്തിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി പൂർണ്ണമായി വെളിപ്പെടുത്തുള്ളൂ. അതാണ് ഇന്ന് പകൽ വായിച്ച ദൈവം. ഞങ്ങൾ കഷ്ടം സഹിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് കാരണം പൗലോസിന് ചുക്കിലില്ലാഞ്ഞിട്ടല്ല, പൗലോസ് കാശില്ലാത്ത വീട്ടിലായതുകൊണ്ടല്ല. അവൻ സമ്പന്നനായിരുന്നു. അവൻ എന്റെ ദൈവത്തിന്റെ നാമം നിമിത്തം അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കാനുള്ള കാരണം എന്താ? അവൻ ഇതിന് വിലയുള്ളതായി കണ്ടില്ല. അവൻ ദൈവത്തോടുകൂടെ വസിക്കുന്നതിന് പരം സൗഭാഗ്യം വേറെ ഒന്നും ഇല്ലെന്നാ ഇന്ന് പലരും വായിച്ചു നിർത്തിയത്. കാണുന്നതോ കാണാത്തതോ അല്ലെ? ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നൊരു ബോധം പൗലോസിന് വന്നത് ദമസ്കോസിന്റെ പടിവാതിക്കൽ യേശു അവനെ പിടിച്ചപ്പോഴാണ്. അതുവരെ അവന്റെ പ്രൗഢിയിലും അവന്റെ അധികാരപത്രത്തിലും വിശ്വസിച്ചിരുന്നവനാണ്. അവന്റെ മതത്തിന്റെ ആചാരങ്ങൾ അവൻ നിവർത്തിച്ചുകൊണ്ടിരുന്നവനാണ്. എങ്ങനെ അവന്റെ ജഡത്തെ സ്വയമായി ക്രൂശിക്കുവാൻ ഇടയായി തീർന്നത്? പട്ടിണി കിടക്കുവാൻ എങ്ങനെ ഇടയായി തീർന്നത്? ഒന്നുമില്ലായ്മയെ ജീവിക്കുവാൻ. അവൻ പറയുന്നു, ഞാൻ ഒന്നുമില്ലാതിരിക്കുവാനോ ഉള്ളവനായിരിക്കുവാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. ഈ ജഡമെന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല, വിഷയമല്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ജഡത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. കാരണം ഞാൻ മരിച്ചാലും എനിക്ക് ലാഭം ഭൂമിയിൽ ഉണ്ടെങ്കിലും. പൗലോസ് തന്നെ പറഞ്ഞേ, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭം. എന്താ അതിന്റെ കോൺസെപ്റ്റ്? ഈ ജഡത്തെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. തന്റെ ജീവനെ പോലും എന്ത് ചെയ്യുന്നില്ല, വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അവന്റെ കഴുത്ത് വെട്ടുവാനായിട്ട് ആ
കൊലക്കളത്തിൽ കൊണ്ട് വെക്കുമ്പോഴും അവന് വേണം ഒരു വാക്കി പറയാം, ഞാൻ ഇനി പ്രസംഗിക്കില്ല കേട്ടോ, എന്നെ കൊല്ലരുത് പറയാൻ. കഴുത്ത് അറ്റുപോയാലും ഞാൻ പറയില്ല, കാരണം ഈ ജഡം എനിക്ക് വലിയ പ്രശ്നമൊന്നും അല്ലെന്നേ. ഹലോ, അതിനെ മരിപ്പിക്കാനാ പറഞ്ഞ ഇച്ചിരി പ്രയാസമാണ്. വചനം വായിക്കാനൊക്കെ എളുപ്പമാണ്, പ്രസംഗിക്കാനും എളുപ്പമാണ്. ഈ നമ്മൾ പഠിച്ചു വന്ന 7 ക്ലാസ്സിലെ കാര്യങ്ങളും പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിച്ച പ്രശ്നമുണ്ട്. വെറുതെ കൈകൊണ്ടത് കർത്താവേ, എനിക്കത് പ്രാക്ടിക്കൽ ആയിട്ട് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ദീനം പപ്പ പ്രസംഗിച്ചപ്പോഴാണോ അല്ലെങ്കിൽ പറഞ്ഞപ്പോഴാണോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനാണോ പറഞ്ഞതെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ആത്മാവിനെ സൂക്ഷിക്കുന്നത് ആരാ പറഞ്ഞത് കേട്ടു നോക്കൂ. നമ്മൾ ദിനം പ്രതി എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. എന്തിനാണ്? ഈ ജഡത്തിന്റെ പ്രവൃത്തി അകത്തിരിക്കുന്ന മനുഷ്യനിലേക്ക് കയറരുത്. ഈ ജഡത്തിൻ്റെതായ യാതൊരു പ്രവൃത്തികളും അകത്തെ മനുഷ്യനെ ബാധിക്കാതെ നാം ശുദ്ധീകരണം പ്രാപിക്കണം എന്നാ പറഞ്ഞതിനർത്ഥം. ആമേൻ. ഉദാഹരണത്തിന്, ഒരു വേദന വന്നാൽ സാഹചര്യത്തെ മനസ്സിലാക്കി മനസ്സ് ജഡത്തോട് പെരുമാറുന്നതായി കാണുവാൻ സാധിക്കും. ജഡത്തിന് രൂപമാറ്റം സംഭവിക്കുന്നു. അത് കാലയളവുകളുടെ വ്യത്യാസം കൊണ്ടാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ കൂടി വന്ന എത്ര കിലോ മാക്സിമം കാണും? 4, 5, 5 പോകില്ല. 3.5 കിലോ ഉള്ള കുഞ്ഞ് പോട്ടെ, 4 കിലോ ഉള്ള കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് അങ്ങോട്ട് വന്നു, പുറത്തോട്ട് വന്നു. ഈ 4 കിലോ ഉള്ള കുഞ്ഞ് മരിക്കുമ്പോ 98 കിലോ ആയിട്ട് ബർഗറും പിസ്സയൊക്കെ കഴിച്ചു പുള്ളി മരിക്കുക. പണ്ട് കപ്പയും കാച്ചിലും ചേമ്പൊക്കെ ആയിരുന്നേ. ചിന്നത്തെ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ അറിയത്തില്ല, ബർഗറും പിസ്സയൊക്കെ അറിയത്തുള്ളൂ. സൂപ്പൊക്കെ കുടിച്ചിട്ട് 98 കിലോ ആയിട്ട് മരിക്കുകയാണ്. നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവിടെ ആ യാത്ര എന്ന് പറയുന്നത് 5 തലങ്ങളിലൂടെയാണ്. ഈ ബോഡിയുടെ യാത്ര, ഈ ജഡത്തിന്റെ യാത്ര. ഒന്ന് ശൈശവം, അല്ലേ? കുഞ്ഞുപ്രായം. അത് മാക്സിമം എത്ര വയസ്സ് വരെ പോകും? കുഞ്ഞുപ്രായം, നമ്മൾ കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 4-5 വയസ്സ് വരെ പോകുള്ളൂ, ശൈശവപ്രായം. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ബാല്യകാലത്തിലുള്ളവരാണ്. അതൊരു എത്ര കാലം വരെ പോകും? ഒരു 14 വയസ്സ് വരെ പോകും. പിന്നെ വരും കൗമാരം. അതിലെത്ര വരെ വരും? ഒരു 20, അല്ലേ? 19-20 വയസ്സ് വരെ കൗമാരക്കാലമാണ്. കൂട്ടിക്കോ, വെറുതെ ഇരിക്കട്ടെ. ഓ, അങ്ങനെ നോക്കാം. ഓ, അത്രയും വയസ്സ് അല്ല, വേണ്ട, 18 വയസ്സ് വരെ കൗമാരം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്, യൗവനം. ഈ യൗവനം 55 വയസ്സുള്ള യുവാവ് മരിച്ചെന്ന് പത്രത്തിൽ. പ്രായം 30 കഴിഞ്ഞാൽ പിന്നെ പ്രായം കൂടി എന്ന് പറയാൻ ആർക്കും മടിയാണ്, ജഡത്തിന് മടിയാ. ഇപ്പോഴും 18 പറയാനാ ജഡത്തിന് ഇഷ്ടം. 52 വയസ്സുള്ള യുവാവ് മരിച്ചു. അപ്പൊ ഈ യൗവനം വാർദ്ധക്യത്തിലേക്ക് കയറുന്ന സമയം എവിടെയാ കൊണ്ടിട്ടിരിക്കുന്നത്? എനിക്ക് 60-ാമത്തെ വയസ്സിലാണെന്നാ തോന്നുന്നത്. വാർദ്ധക്യവും നരയൊക്കെ വന്നു തുടങ്ങിയത് എവിടെയാ? ഒരു 55-60 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ വാർദ്ധക്യം 5 കാലമാണ്. ശൈശവം മുതൽ വാർദ്ധക്യം വരെ. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. 5 കാലയളവിലൂടെ സഞ്ചരിച്ച ഈ ജഡത്തെ ദൈവത്തിന് വേണ്ടി എന്താ നിങ്ങൾ പഠിപ്പിച്ചത്? ദൈവത്തിന് വേണ്ടി എന്താ പഠിപ്പിച്ചത്? നിങ്ങളോട് തന്നെ ചോദ്യം, എന്നോട് തന്നെ ചോദ്യം. ബോർഡ് എഴുതത്തുള്ളൂ, പേനാണോ? എന്താ പഠിപ്പിച്ചത്? 35 വയസ്സ് വരെ ഈ ജഡത്തെ എന്താ പഠിപ്പിച്ചതെന്ന്? ഈ 5 അവസ്ഥയും ജഡവും മനസ്സും കൂടി നിയന്ത്രിക്കുമ്പോഴാണ് ജഡീക മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ 5 അവസ്ഥയിൽ കൂടെ ജീവിച്ചു പോകുന്ന വ്യക്തിയുടെ പേരാണ് ജഡീക മനുഷ്യൻ. ഈ കാലയളവിൽ എവിടെയെങ്കിലും വിട്ട് പരിശുദ്ധാത്മാവ് പിടിക്കും, അപ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്. ഏത് കാലയളവ്? ഈ പെട്ടിയിൽ പോകും,
ഈ നമ്മൾ കുഴിയിലേക്ക് പോകുന്ന സമയമുണ്ടല്ലോ, അതിന് മുമ്പ് എവിടെയെങ്കിലും ഇട്ട് ദൈവത്തിന്റെ ആത്മാവ് പിടിക്കുമ്പോഴാണ് മാനസാന്തരം സംഭവിക്കുന്നത്. ഈ മാനസാന്തരം സംഭവിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്നാണെന്നറിയാമോ? ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിച്ചാൽ മതി. ആ പള്ളി ഒന്ന് മാറ്റി പൊന്തക്കോസ്തി ആയി. പള്ളി ഒന്ന് മാറ്റി പൊന്തക്കോസ്തി ആയി. അവരുടെ ആചാരപ്രകാരം സ്നാനപ്പെടണമെന്നൊക്കെ അവര് പറയുന്നത്. സ്നാനപ്പെട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, മക്കളുടെ കല്യാണം നടത്തത്തില്ല. പിന്നെ അടക്കം. പള്ളിയൊക്കെ വിട്ടിറങ്ങിയിട്ടെങ്കിൽ എവിടെ കൊണ്ട് അന്നാ പിന്നെ എന്ത് ചെയ്തേക്കാം, സ്നാനപ്പെട്ടേക്കാം. അങ്ങനെയുള്ളതല്ല സ്നാനം, അങ്ങനെ അല്ലെന്നേ. ഈ ജഡത്തെ എവിടെ ഇട്ട് പിടിക്കുന്നോ അവിടെ വെച്ച് ജഡത്തെ മരിപ്പിക്കണം. ഏത് പോയിന്റിലാണോ ദൈവം പിടിക്കുന്നത് ആ പോയിന്റിൽ നമ്മൾ മരിപ്പിക്കാതെയാണ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനിലൂടെ ആണെങ്കിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദം ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ജഡത്തെ എന്ത് ചെയ്യാൻ പോവാം, മരിപ്പിക്കുവാൻ പോവുകയാണ്. ജഡവും മനസ്സും കൂടി വിചാരിച്ചാൽ ആയുസ് നീട്ടുവാൻ സാധിക്കത്തില്ല. മനസ്സ് വിചാരിക്കുക ഞാൻ 85 വയസ്സ് വരെ ജീവിക്കും. ആർക്ക് വേണ്ടിയാ? സഭയ്ക്ക് വേണ്ടിയാ? ദൈവനാമത്തിന് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ? അതെ. ജോലിക്ക് വേണ്ടിയാ? അതെ. സ്വത്തിന്, അവന്റെ വീട്, ജപ്തിയിലിരിക്കുന്ന വീട്, നിങ്ങൾ 85 വയസ്സ് വരെ. എൻ്റെ മോന്റെ ഒരു അമ്മച്ചി പറഞ്ഞു, പ്രായമുള്ള അമ്മച്ചി പറഞ്ഞു, എന്താ കാര്യം പറഞ്ഞെന്നറിയോ? എൻ്റെ മോന്റെ കാലം കഴിഞ്ഞാൽ എന്നെ ആര് നോക്കൂന്ന്. എന്ന് വെച്ചാൽ പുള്ളിക്കാർക്ക് ഇപ്പോഴൊന്നും പോകാൻ താല്പര്യമില്ല. എന്റെ മോന്റെ മോൻ അവന്റെ കാലം കഴിഞ്ഞാൽ എന്നെ ആര് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എന്തിനു വേണ്ടിയാണോ മനസ്സ് ആഗ്രഹിക്കുന്നത്, ദീർഘായുസിന് വേണ്ടി മനസ്സ് ആഗ്രഹിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾക്ക് വലിച്ചാൽ നേടുന്ന സംഗതിയല്ല ആയുസ്. ഒരു കുട്ടി ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ അവന്റെ ആയുസ് കുറിച്ച് ദൈവം വിടുകയാണ്. അതിന് ഒരു ദിവസം മുമ്പോട്ട് പോകണം ദൈവം വിചാരിക്കണം. അങ്ങനെയൊക്കെ ദൈവം വിചാരിക്കുന്നേ. ഉദാഹരണം ഉണ്ടല്ലോ, രാജാവിനോട് പോയി പറഞ്ഞു നീ മരിക്കും. പിന്നെ ആ ദൂത് മാറ്റി പറയാ നീ എന്ത് ചെയ്യാം, മരിക്കില്ല. 15 ദിവസം കൂടെ നീട്ടിക്കൊടുത്തു ആയുസ്. അപ്പൊ ദൈവം വിചാരിച്ചാൽ ആയുസ് നീട്ടിക്കൊടുക്കും. അതിൽ നിന്നുള്ള നീക്കുപോക്ക് കൊടുക്കുന്നത് ദൈവമാണ്. അത് ദൈവത്തിന്റെ പർപ്പസ് ചെയ്യുമെങ്കിൽ മാത്രം ഈ ജഡം കണ്ടീഷനുണ്ട്. അവനെ ചോദിച്ചേ, നിങ്ങൾക്ക് ആയുസ് നീട്ടി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ വീട് സ്ഥലവും മേടിക്കും, കാറും മേടിക്കും, എന്റെ ബിസിനസ് ഞാൻ എറണാകുളത്ത് തുടങ്ങും. നിന്റെ കുറ്റി ഫ്യൂസ് ആരും ദൈവൂരും. ദൈവനാമത്തിന് ഗുണമില്ലാത്ത എന്ത് പ്രവർത്തിക്കും ദൈവം എന്ത് ചെയ്യില്ല. ദൈവം മുന്നമേ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നു, നമ്മുടെ പ്രവൃത്തി അവൻ അറിയുന്നു, നമ്മുടെ നിരൂപണങ്ങൾ അവൻ അറിയുന്നു. ഈ ജഡത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്താണ് നമ്മുടെ അഭ്യാസം കൊണ്ട് ചെയ്യുന്നത്. നമുക്കിത് പെട്ടെന്ന് ദഹിക്കത്തില്ലെന്നേ. അതുകൊണ്ടാണ് വചനങ്ങൾ ഞാൻ എടുക്കാത്തത്. വചനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വചനത്തിനകത്ത് കയറി പോകുമ്പോൾ നമ്മുടെ സമയം മാക്സിമം ഇത് വേഗം തീർത്തിട്ട് വേണം നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പഠിക്കാൻ. അമ്മേ, പൊതുവെ നമ്മൾ പറയാറുള്ള കാര്യമുണ്ട്, വാകേറിയ ദൈവം. ഇത് പറയുമെങ്കിലും രാവിലെ തൂമ്പ എടുത്തോണ്ട് അവിടെ പോകും, പണിക്ക് പോകും, കൂലിപ്പണിക്ക് പോകും. ഹലോ, രാവിലെ ടിപ് ടോപ്പ് ആയിട്ട് അവിടെ പോകും, വണ്ടിയുടെ ചാവിയൊക്കെ എടുത്ത് ഓഫീസിൽ പോകും. അല്ല ശമ്പളം കിട്ടത്തില്ല. മാസം കൊടുപ്പിന് എന്തും പറയാം, ഞങ്ങളവിടെ ചെന്ന് ധൈര്യം ഞാൻ കിട്ടുമോ? ഞങ്ങളുടെ വീട്ടിലെ കാര്യം ആര് നോക്കും? അതിനെന്ത് രാവിലെ പറഞ്ഞില്ലേ, എടാ മണ്ട, വയലിലെ പൂ, ആകാശത്തിലെ പക്ഷികൾ, ജന്തുക്കൾ എങ്ങനെയാ ജീവിക്കുന്നത്? ജോലി ചെയ്തിട്ടാ, IT കമ്പനി വർക്ക് ചെയ്തിട്ടാ, അതോ പക്ഷികളെല്ലാം കൂടെ കൊറിയർ സർവീസ് തുടങ്ങിയോ? അല്ലെന്നേ. ദൈവം നിന്നെ എന്നെ ഉണ്ടാക്കിയത് സകലവും സൃഷ്ടിച്ചിട്ടാ. എവിടെ ഉണ്ടാക്കി? ഏതാ തോട്ടത്തിൽ. പിന്നെ ഭൂമിയിലോട്ടാക്കിയപ്പോഴും അതത് തരം വൃക്ഷങ്ങളും പിന്നെ ഫലങ്ങളുണ്ടാകുന്ന സസ്യങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടില്ലാക്കിയേ. നമ്മളെന്താ പറഞ്ഞു, ഇതൊക്കെ മൊത്തം കാടാണ്. ഏത് പാഷൻ ഫ്രൂട്ടിന്റെ പള്ളിയിൽ മൊത്തം കാടാ. വീട്ടിലോട്ട് ആരും കയറി വന്ന കാട് കാരണം വീട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്ത് കളഞ്ഞു? ഇപ്പൊ വല്ലവന്റെ പറമ്പിൽ കിടക്കുന്ന പാഷൻ ഫ്രൂട്ട് കാണുമ്പോ
വെള്ളം ഇറക്കി നടക്കുക. ഭൂമിയിലുള്ള സകലതും വെട്ടി നിരപ്പാക്കി എന്റെ ഇഷ്ടത്തിന് ഞാൻ പണിത് കൊണ്ടുവന്നു. എന്തിനെ? ഭൂമിയെ. എന്നിട്ട് പറയാം എനിക്ക് തിന്നാനൊന്നും. വയലെല്ലാം മണ്ണിട്ട് നിരത്തി. ആര്? ദൈവം. ആണോ? അവനും അവന്റെ കോൺട്രാക്ടറിനോട് കാണിച്ച പണിയാ. ഇവിടെയുള്ള വയല് മൊത്തം മണ്ണ് ടിപ്പർ ലോറിയിൽ മണ്ണടിച്ച് നിരത്തിയിട്ട് അവൻ ഒരു അരിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. എടാ, അരി ഉണ്ടാകേണ്ട സ്ഥലമല്ലേ മണ്ണിട്ട് നിരത്തി? ഇതെങ്ങനെ ഈ അവസ്ഥ വന്നേ? ജോലി ചെയ്യേണ്ടി വന്നേ? അനുസരണക്കേട് വന്ന് പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ ഇനി ദൈവത്തെ തോൽപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോഴാ വിനിമയ മാർഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വിനിമയ മാർഗം. അല്ലെങ്കിൽ വേറൊരു സിസ്റ്റം ഉണ്ട്. പണ്ട് സാധനം കൊടുത്ത സാധനം മേടിക്കുന്ന പരിപാടി ഉണ്ട്. ബാർട്ടൻ സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ അരി കൊണ്ട് കൊടുക്കും, ഉപ്പ് മേടിച്ചോണ്ട് പോരും. ഉപ്പ് കൊണ്ട് കൊടുക്കും, പഞ്ചസാര മേടിച്ചോണ്ട് പോരും. അത് കഴിഞ്ഞാൽ നാണയത്തിന്റെ വരവ്, അത് കഴിഞ്ഞാണ് രൂപയുടെ വരവ് അല്ലെങ്കിൽ നോട്ടുകളുടെ വരവ്. ഇന്ന് മൊബൈലിനകത്തായി പൈസ. എങ്ങനെ ദൈവത്തെ തോൽപ്പിക്കാന്നുള്ളതിന്റെ ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഇതിന്റെ അവസാനം എന്താണെന്ന് ദൈവം പറഞ്ഞേ? 666 എന്ന് പറഞ്ഞ മുദ്ര ഉണ്ടെങ്കിൽ രീതി ഉണ്ടാകും. ചുമ്മാ ഒരു നെറ്റിയോ കയ്യോ കൊണ്ട് കാണിച്ചാൽ മതി, വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യും. ആ കാലത്തിലേക്കുള്ള പോക്കാണ്. അപ്പൊ ഈ ജഡം ആഗ്രഹിക്കുന്ന എന്താ? ദൈവത്തെ തോൽപ്പിക്കണം, എനിക്ക് ജയിക്കണം. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന പോപ്പ് സിംഗർ അനേക ഡോക്ടർമാരെ കൂലിക്ക് നിർത്തി. എന്തിനു വേണ്ടിയാണെന്നറിയോ? പ്ലാസ്റ്റിക് സർജറി ചെയ്യാനല്ല, പുള്ളി മരിക്കാതിരിക്കാൻ. പുള്ളിയുടെ സ്കിന്നിന് ഡോക്ടർ, പുള്ളിയുടെ ഹാർട്ടിന് ഡോക്ടർ, പുള്ളിയുടെ കാലിന് ഡോക്ടർ, പുള്ളിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ക്ഷീണം വന്നാൽ അപ്പൊ സ്പോട്ടിൽ നോക്കാൻ ഡോക്ടർ. അവന് ആയുസ് 3 മടങ്ങ് വേണമെന്ന് പറഞ്ഞെടുത്ത് 50 വയസ്സ് വരെ ഉണ്ട് അല്ലേ? 50 വയസ്സിലെന്ന് വെച്ചേ 100 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിച്ച ആൾ എത്രാമത്തെ വയസ്സ് മരിച്ചത്? അല്ലെ 150 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിച്ച ആൾ എത്രാമത്തെ വയസ്സ് മരിച്ചത്? 50. ഒരു മനുഷ്യനും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഈ സംഗതി. ജഡം ചിന്തിക്കും എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോൾ മരണം വരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാം കാണുന്ന ഈ ദൈവവചനം നമ്മുടെ ജഡത്തിന്റെ ശുദ്ധീകരണത്തിന്, മനസ്സിന്റെ ഒരുക്കത്തിന് ഉള്ളതായി തീരട്ടെ. ജഡവും ജീവനും മാത്രമുള്ളതിനെ ജന്തുക്കളെന്നും ആത്മാവ് കൂടെ ഉള്ളതിനെ മനുഷ്യരെന്നും വിളിക്കപ്പെടുന്നു. ഈ മനുഷ്യൻ പലപ്പോഴും ഒരു ജഡീകനാകുമ്പോഴാണ് നമ്മൾ പറയാറുള്ളത് അവൻ മൃഗത്തെ പോലെ ആയിരിക്കണം, മൃഗപ്രായനായി തീർന്നു എന്ന് നമ്മൾ പറയാറുള്ളത്. ജഡത്തിൽ മൃഗത്തിന്റെ സ്വഭാവം വരും, അപ്പോഴാണ് നമ്മൾ പറയുന്നത് അവൻ മൃഗപ്രായ ആയി എന്ന് പറയുന്നത്. പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ ഈ ജഡത്തെ കുറിച്ച് നമ്മുടെ ജീവിത കാലയളവിലൊന്നും നാം അധിക സമയം ചിന്തിക്കാറില്ല. നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചായിരുന്നു ഈ ജഡം കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണോ? ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്ലാൻ ചെയ്യാറില്ല നമ്മൾ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ ജഡത്തെ പറ്റി പ്ലാൻ ചെയ്തോളാം ഇന്നലെ ജീവിച്ച്. പക്ഷെ ദൈവം ഒരു കാര്യം പറയുന്നത്, ഒരുക്കമുള്ള മനസ്സ്, ഒരുക്കമുള്ള ഹൃദയം. എന്താ പറഞ്ഞതിനർത്ഥം? ഒരു ഒരുക്കം വേണം, ഒരു ശുദ്ധീകരണം വേണം. ആർക്ക്? മനസ്സിന്, ഹൃദയത്തിന്. എന്നാൽ ജഡത്തിന് അത് ചെയ്യാതിരിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിന്റെ ഒരുക്കത്തിലാണ് ജഡത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? ആത്മാവാണ്. ആത്മാവാണ് നമ്മുടെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജഡത്തെ ആത്മാവ് കൺട്രോൾ ചെയ്യണം. ഇന്ന് പൊറോട്ട തിന്നാനാണ് ആഗ്രഹമെന്നും നമ്മുടെ ശരീരം പറഞ്ഞ കഞ്ഞി കിട്ടിയാലും കുടിക്കണം. അപ്പോഴാണ് നമ്മുടെ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നിയന്ത്രിക്കുന്നുള്ളൂ. പൊറോട്ട കിട്ടാതെ ഞാൻ ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ നിന്റെ ജഡത്തിന്റെ ആഗ്രഹമാണത്. ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ ഇന്ന സംഭവം ഇല്ലാതെ ഞാനത് ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, എന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവല്ല.
എനിക്കെന്തേ ഒരു നിമിഷത്തേക്ക് അത് മറക്കാൻ ക്ഷമിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഈ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജഡത്തിന്റെ നിയന്ത്രണമാണ്. ജഡത്തെ കുറിച്ച് ചിന്തിക്കാൻ അധിക സമയം നാം എടുക്കാറില്ല. ജഡത്തെ തിരുത്താൻ മനസ്സൊരുക്കവുമല്ല. ജഡത്തെ തിരുത്താൻ മനസ്സ് ഒരുക്കല്ല. എന്നെ ആരും തിരുത്താൻ? ആരായി ഞാൻ? എന്നെ ആരും തിരുത്താൻ നോക്കണ്ട. എടാ കുഞ്ഞെ, ഞാൻ നിന്നേക്കാൾ ഇത്ര ഓണം കൂടുതലുണ്ടോ? നീ എന്നെ തിരുത്താൻ വരുമോ? ഞാൻ പറയുന്നത് അങ്ങോട്ട് ആരായി ഞാൻ? ഓർമ്മ നിന്നാ ഒരു ശ്വാസം, അതായി ഞാൻ. ചെറുപ്പത്തിൽ പഠിച്ചതുപോലെ നീ എന്ത് ചെയ്താൽ മതി? ജീവിച്ചാൽ മതി. അതാ ശരി. അതല്ലെന്നേ ശരി. പുതിയൊരു ശരിയുണ്ട്. അതും കൂടെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. കാലഘട്ടത്തിനനുസരിച്ചുള്ള ശരി ആര് മനസ്സിലാക്കണം? ജഡം മനസ്സിലാക്കണം. ആത്മീയതയ്ക്കുള്ള കാര്യമല്ല പറയുന്നത്. ജഡത്തിലെ ചില ചിട്ടകൾ, ഇഷ്ടങ്ങൾ, ചില പ്രവർത്തികൾ നമ്മൾ അടിച്ചേൽപ്പിക്കുവാൻ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വേറെ കുറെ ശരിയും കൂടെ ഉണ്ട് ഈ ഭൂമിയിലുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്തതാണ്. സ്വായത്തമാക്കണം, പഠിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ശരീരത്തെ ഇപ്പോ അങ്കമാലി ടൗണില് ഷോർട്ട് ഹാൻഡ് പഠിപ്പിക്കുന്നുണ്ട്. എന്ത് പഠിപ്പിക്കുന്നുണ്ട്? ടൈപ്പിംഗ്. പണ്ട് ഏത് കാലഘട്ടങ്ങളിലാണ് ഷോർട്ട് ഹാൻഡ്? 90 അല്ലേ? 72 90 കാലഘട്ടങ്ങളിലൊക്കെ അല്ലേ? അല്ലെങ്കിൽ 85 കൂടി. ആ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന ഞാൻ ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ, ഞാൻ പറയുന്നേ, ഞാൻ ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞ് സഞ്ചിയൊക്കെ തൂക്കി അവിടെ പോകും. അങ്കമാലി ടൗണിൽ പോയി ഷോർട്ട് ഹാൻഡ് പഠിച്ച് നമ്മൾ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമ്പ്യൂട്ടറിന്റെ വരവ്. പിന്നെ ഈ സഞ്ചി തൂക്കിയിട്ടുണ്ട് എവിടെ പോവാ? ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവുകയാണ്. കാലം മാറിയപ്പോ കാലത്തിനനുസരിച്ച് ആര് മാറി? നാം മാറി. കമ്പ്യൂട്ടർ പഠിച്ച് ഏകദേശം 2007 ഞാൻ കമ്പ്യൂട്ടറിന്റെ MS ഓഫീസ് പഠിക്കുന്നത്. 2007 തൊട്ട് കമ്പ്യൂട്ടറിന്റെ ഒരു വലിയൊരു വിപ്ലവമായിരുന്നു. ഇന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 6 മാസം കൊച്ചു തൈങ്ങനെ തോന്നുന്നു. ഹലോ, അവനെ ആരാ പഠിപ്പിച്ചത്? അവൻ അത് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടെന്നേ. കാലം പോയി പോകുന്നുണ്ടോ? ഞാൻ ചിന്തിച്ചതാണ് ശരിയെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ അന്നൂനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വിട്ടാൽ അവൻ എന്നോട് പറയുന്നതിന് അറിയാം, അച്ഛക്ക് വേറെ പണിയുണ്ടോന്ന്, അവിടെ പോയി പ്രസംഗിക്കാമല്ലോ ഉള്ള പരിപാടി എന്തെങ്കിലും ചെയ്യും. അവനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവൻ കമ്പ്യൂട്ടർ അറിയാമേ. ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ അല്ല വലുത്. ഇന്നത്തെ AI ടെക്നോളജി വന്നിരിക്കുകയാണ്. നീ അത് പോയി പഠിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് വന്നിട്ടുണ്ട്. ഒരു പേന മൊബൈലിലോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ആ പേന ഏത് കമ്പനിയുടെ ആണ് മൊബൈൽ പറയും. ഹലോ, നമ്മൾ ഇത്ര അടുത്ത് കിട്ടിയാൽ കമ്പനിയുടെ പേര് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ മൊബൈൽ ഒന്ന് കണ്ടാൽ മതി, ഒരു ഫുഡ് കണ്ടാൽ മതി, അതിന്റെ ഒറിജിനൽ എവിടെയാണ് കമ്പ്യൂട്ടർ പറയും, മൊബൈൽ പറയും. ആ കാലഘട്ടത്തിൽ നീ MS ഓഫീസ് പഠിച്ചിരുന്ന കാര്യം ആരെ പഠിപ്പിക്കാനാ? എനിക്കറിയത്തില്ല ആരെ പഠിപ്പിക്കാനാണ്. എടാ, നീ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടെക്നോളജിക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും പഠിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാകണം. അല്ല, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയരുത്. അതാണ് ജഡം. ആ ജഡത്തെ കൊന്നിട്ട് പറ, സജിമോനെ നീ ജോലിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ, നാളെ മുതൽ ടെക്നോളജിയുടെ ക്ലാസ് തുടങ്ങുന്നുണ്ട്, അല്ല ആൻഡ്രോയിഡിന്റെ ക്ലാസ്, അല്ലാതെ ആപ്പിളിന്റെ iOS-ന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്, നീ പോയി പഠി. iOS-ഓ? ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കാലം അങ്ങ് ഓടിപ്പോയെന്നോ. നീ കൈവെക്കുമ്പോൾ മുദ്രണം സ്കാൻ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് കാലം ഓടിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ ഒരു നാണയം, ഒരു ഭാഷ ട്രാൻസ്ഫർ ചെയ്യാൻ, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സീൽ നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ നെറ്റിക്കകത്ത്. അതിലേക്കുള്ള ഓട്ടത്തിനിടയിൽ നമ്മളിപ്പോഴും ഇവിടെ കിടക്കുക, ഷോർട്ട് ഹാൻഡിൽ കിടക്കുക. അതിനർത്ഥം ലോകം വളർന്നില്ലെന്നല്ല, ഞാൻ വളർന്നില്ലെന്നുള്ളതാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മൾ പഠിക്കുന്ന ജഡത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്ത് പറയാറുണ്ട്? മനസ്സ് ജഡത്തെ നിയന്ത്രിച്ചാൽ മാത്രമാണ്
ജഡം ഒരുക്കമുള്ളതാകുകയുള്ളൂ. ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കാൻ മൂന്നാമതൊരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. ഹലോ, എൻ്റെ മനസ്സിനെയും എൻ്റെ ജഡത്തെയും നിയന്ത്രിക്കാൻ ഈ ഉലകത്തിൽ കഴിയുന്ന ഒന്നേ ഉള്ളൂ. അതിന്റെ പേര് പരിശുദ്ധാത്മാവ്. ആ, വേറെ എന്തിനു കഴിയും? ഒന്നിനും കഴിയത്തില്ല. പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിക്കും, നിനക്ക് ശക്തി ലഭിക്കും, നീ ശക്തിപ്പെടും എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? എടാ, മുക്കുവനെ കൊണ്ട് വീര്യപ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന ആത്മാവ് പരിശുദ്ധ ആത്മാവ്. ലോകക്കാർക്ക് വേണ്ടാത്തവനെ കൊണ്ട്, അറിവില്ലാത്തവനെ കൊണ്ട്, വിദ്യാഭ്യാസം അറിയാത്തവനെ കൊണ്ട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പിക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവ്, ശക്തീകരിക്കുന്ന ആത്മാവ്, ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ആത്മാവ്. ആ ആത്മാവിന് മാത്രമേ ഒരു മനുഷ്യന്റെ മനസ്സിനെ ടേൺ ചെയ്യുവാൻ പറ്റത്തുള്ളൂ, ആ ജഡത്തെ ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ആത്മാവിനെ ദൈവികമാക്കണോ പൈശാചികമാക്കണോ എന്ന് ചിന്തിക്കേണ്ടത് ആരാ? അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിന്റെ വാതിൽക്കൽ എന്ന് മുട്ടുന്നു. എന്തിനാ ദൈവം നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ? അതിന്റെ ആവശ്യം ദൈവത്തിനുണ്ടോ? എന്നാൽ മനസ്സിനകത്തേക്ക് കയറണമെങ്കിൽ അവൻ അവന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നവനാണ്. ദൈവം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോൾ എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ നിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറാൻ ആഗ്രഹിക്കുന്നില്ല. നീ തുറന്നു തന്നാൽ ഞാൻ നിന്റെ കൂടെ വന്നിരിക്കും. നീ തുറന്നു തന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ദൈവികമായ ചിന്തകൾ വേണോ പൈശാചികമായ ചിന്തകൾ വേണോ എന്ന് ചിന്തിക്കുന്നത് ഈ ജഡത്തിനകത്തുള്ള മനസ്സാണ്. എത്ര പറഞ്ഞാലും ഇത് തലയ്ക്കകത്തോട്ട് കേറുന്നില്ലേ മനുഷ്യാന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? എത്ര ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവന്റെ തലയ്ക്കകത്തോട്ട് ഇത് എങ്ങനെ കേറും? ഹൃദയം ഒരുക്കപ്പെട്ടാൽ മാത്രമേ അത് തലയ്ക്കകത്തോട്ട് കയറത്തുള്ളൂ. ആമേൻ. ഈ മനസ്സിന്റെ തീരുമാനമാണ് ജഡം സ്വീകരിക്കേണ്ടത്. ഇത് സ്വീകരിക്കണമെങ്കിൽ ജഡം മനസ്സിന് വിധേയമായിരിക്കണം. അതുകൊണ്ട് വചനം പറയുന്നത് നമ്മുടെ ജഡത്തെ നാം എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഉറങ്ങുന്നവരെന്ത് ചെയ്യണം? ഉണരണം. നമ്മുടെ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. 10 മിനിറ്റും കൂടെ ഉള്ളൂ. ഇതെങ്ങനെ സാധിക്കും? മനസ്സിനെ ദൈവത്തിന് ആദ്യം നാം എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇങ്ങനെ മുട്ടുന്ന ശബ്ദം കേട്ടാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് വിട്ടുകൊടുക്കണം. മനസ്സ് ജഡത്തെ കൺട്രോൾ ചെയ്യുവാൻ ഇടയാകും. അങ്ങനെ ദൈവം നമ്മുടെ മനസ്സിനകത്ത് വന്നാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ദൈവം ഇരിക്കുന്ന ഇരിപ്പിടമാണ്. അപ്പോൾ നമ്മുടെ ജഡത്തിന്റെ കൺട്രോൾ നമ്മുടെ മനസ്സിനെ ഏറ്റെടുക്കുവാനിടയായി ചെയ്യും. മനസ്സിനെ പൈശാചിക മണ്ഡലങ്ങൾക്ക് വിട്ടുകൊടുത്താൽ ജഡം പൈശാചിക മണ്ഡലത്തിലുള്ള സ്പിരിറ്റിനെ അനുസരിക്കുവാനിടയായി ചെയ്യും. എന്റെ മനസ്സ് പൈശാചിക പ്രവൃത്തികൾക്കാണ് ഞാൻ വിട്ടുകൊടുക്കുന്നതെങ്കിൽ ഈ ലോകപ്രകാരമുള്ള സകല നീച പ്രവൃത്തി ആര് ചെയ്യും? ഈ ജഡം ചെയ്യും. അതേസമയം എന്റെ മനസ്സ് ദൈവത്തിനാണ് വിട്ടുകൊടുക്കുന്നെങ്കിൽ ആത്മാവിന്റെ ഫലം എന്നിൽ നിന്നും പുറപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുവാൻ കഴിയും. ജഡത്തെ ആര് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന ചിന്താ വിഷയം. നമ്മുടെ ജഡത്തെ ഞാനാണോ കൺട്രോൾ ചെയ്യുന്നത്, ദൈവമാണോ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചിന്താ വിഷയം. ഈ ലോകത്തിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവരെന്നേക്കും നിലനിൽക്കുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ദൈവേഷ്ടം? ഒരു മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് അടങ്ങിയിരിക്കുന്നു എന്ന് ഈശ്വര വിശ്വാസികൾ വിശ്വസിക്കുന്നു. അതങ്ങനെ പറയുന്ന അർത്ഥം ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാരാണ്? ഈശ്വര വിശ്വാസി ഇല്ലാത്തവൻ ഒന്നാമത് പറയുന്ന കാര്യം എന്താ അറിയോ? ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരാള് ദൈവമില്ലെന്ന് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയും മരിച്ചാൽ നീ അവിടെ പോവില്ല, സ്വർഗവും നരകവും ഇല്ല. സ്വർഗം ഇവിടെ തന്നെ, നരകം ഇവിടെ തന്നെ. ജനിച്ചത് നീ സ്വർഗത്തിലാണെങ്കിൽ മരിക്കുന്നത് നീ നരകത്തിലാണെന്ന് പറയുന്നു. എവിടെ? ഭൂമിയിൽ തന്നെ. ഈശ്വര വിശ്വാസിയാണെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് 3 കാര്യങ്ങൾ
നമ്മളിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവികത നിറഞ്ഞു നിൽക്കുന്നത് ആത്മാവിലാണ്. ദൈവികത എവിടെയാണ് നിറഞ്ഞു നിൽക്കുന്നത്? ദേഹിയിലല്ല, ദേഹത്തിലല്ല, ജഡത്തിലും ജീവനിലുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന ജന്തുക്കളിൽ എന്തില്ല? ആത്മാവില്ല. ആത്മാവ് എവിടെയാണ്? മനുഷ്യനിൽ. ദൈവികത നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനിലെ ആത്മാവിലാണ്. ആത്മാവ് ദേഹത്തെയും ദേഹിയെയും നിയന്ത്രിച്ചാൽ ലോകത്തിലുള്ളതും ലോകവും നമ്മുടെ ജഡം വെറുക്കുവാനിടയായി തീരുന്നു. ആത്മാവ് ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ വായിക്കാം. ആത്മാവ് ദേഹത്തെയും ദേഹിയെ നിയന്ത്രിച്ചാൽ, ദേഹത്തെയും ദേഹിയെ എന്ന് പറഞ്ഞാൽ ജഡത്തെയും ജീവനെയും നിയന്ത്രിച്ചാൽ ലോകത്തിലുള്ളതും ലോകവും നമ്മുടെ ജഡം വെറുക്കുവാനിടയായി തീരും. പിന്നെ നമുക്ക് എന്ത് വേണ്ട? ലോകത്തിലുള്ള ഒരു സൗഭാഗ്യം ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും, ഉണ്ടെങ്കിലും നമ്മൾ ജീവിക്കും. അതാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. നമ്മുടെ ജഡത്തിന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്? ഒന്ന്, ജഡത്തിന്റെ ചിന്തകൾ. എന്താണ് ചിന്ത? ഇത് ജഡത്തെ സംബന്ധിച്ചാ പറയുന്നത്. രണ്ട്, ജഡത്തിന്റെ പ്രവർത്തികൾ. മൂന്ന്, ജഡത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ മോഹം. നാല്, ജഡം ഒരു കാര്യം മനസ്സിലാക്കണം, ജനനം ഉണ്ടെങ്കിൽ അടുത്ത നിന്റെ പോയിന്റ് എൻഡ് എന്ന് പറയുന്നത് മരണത്തിലാണ്. ഈ മൂന്നിനെയും കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയെയാണ് ആത്മാവുള്ള മനുഷ്യന് വളരെ ഈസി ആയിട്ട് ജഡത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ചിന്തിക്കണം, ജഡത്തിന്റെ ചിന്തകളെ ഞാൻ എന്ത് ചെയ്യും? മരിപ്പിക്കും. ജഡത്തിന്റെ ചിന്തകൾ എന്താ? ഈ ലോകത്തിലുള്ളത്. രണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളെ ഞാൻ എന്ത് ചെയ്യും? പിശാചിനുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യും? മരിപ്പിക്കും. ഇനി ജഡത്തിന്റെ ആഗ്രഹം, ആവശ്യമില്ലാത്ത ചില ആഗ്രഹങ്ങളൊക്കെ എന്റെ ജഡത്തിനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മരിപ്പിക്കും. ഇനി ഒരു കാര്യം ഞാൻ മനസ്സിലാക്കും, ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും. ഇത്രയും അറിയുന്നതോടുകൂടി, ആ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതോടുകൂടി നമ്മുടെ ജഡം മരിച്ചിരിക്കും. ഹലോ, നമ്മളെന്ത് ചെയ്യും? ജഡം മരിക്കും. ഇതത്ര സുഖമുള്ള, ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഇതത്ര സുഖമുള്ള കാര്യമല്ല. ഇതൊന്നും കേൾക്കാനും ഈ പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് വന്നതാണ്. എന്തിനാട്ട പുള്ളിക്ക് ഒരു പ്രൊമോഷനാണ് ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, പുള്ളി പഠിക്കട്ടെ, അതൊരു വാസമോനല്ലേ. അങ്ങനല്ല, ജഡത്തെ മരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ 4 പ്രവൃത്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം കഥ പറഞ്ഞത് ഈ 4 കാര്യം പറയാൻ വേണ്ടിയാണ്. ഒന്ന്, ജഡത്തിന്റെ ചിന്ത മരിക്കണം. എന്താ ജഡത്തിന്റെ ചിന്ത? ഈ ലോകത്തിനുള്ള ചിന്ത. ഒരിക്കലും ജഡം ആത്മീയമായിട്ടുള്ള ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞ ജഡത്തിന്റെ ചിന്ത മരിക്കണം. രണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികൾ മരിക്കണം. എന്താ ജഡത്തിന്റെ പ്രവൃത്തി? കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ദുഷ്മാർഗങ്ങളിൽ നടക്കുന്നത്, ഇങ്ങനെയുള്ള അശുദ്ധമായ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഇനി ഞാൻ അത് ചെയ്യത്തില്ല. മൂന്ന്, എന്റെ ജഡത്തിന്റെ മോഹം, ആഗ്രഹം, ഇഷ്ടം, അതിനെ ഞാൻ മരിപ്പിക്കും. എന്ത് നല്ലതെന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്യും. ഇന്നത് വേണമെന്നല്ല, ഇന്നത് ചെയ്യുമെന്നല്ല, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുമെന്നല്ല, എന്റെ ആഗ്രഹം ഞാൻ ചെയ്യുമെന്നല്ല, എന്റെ മോഹം ഞാൻ ചെയ്യുമെന്നല്ല, ദൈവ ഇഷ്ടം ഞാൻ ചെയ്യും. അവിടെ നമ്മുടെ സെലക്ഷൻ പോയി. 4, എന്റെ ജഡം ഒരിക്കൽ മരിക്കും. ഞാൻ പുകഴുവാൻ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു ജഡം തീർച്ചയായും മരിച്ചിരിക്കും. ആത്മീക മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ജഡീക മനുഷ്യന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്, ജഡത്തിന്റെ മരണത്തെ കുറിച്ചല്ല. ജഡീക മനുഷ്യന്റെ, ആത്മീക മനുഷ്യന്റെ ജനനവും ജഡീക മനുഷ്യന്റെ മരണവുമാണ് പറയുന്നത്. ഇത്രയൊക്കെ മനസ്സിലായി? നാം വെറുതെ കൊട്ടാനും പാടാനും അന്യഭാഷ പറയുവാനും പാടുവാനും അല്ലെങ്കിൽ പാസ് ദശാംശം കൊടുക്കുവാനും ഒന്നും പള്ളി വന്നിട്ട് കാര്യമില്ല. നമ്മുടെ ജഡീക മനുഷ്യൻ മരിക്കണം.
നമ്മളെ കാണുന്നവർക്ക് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തോന്നണം. അല്ലെങ്കിൽ എന്തേ ദൈവവൈദ്യം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥം? നമ്മളോട് സംസാരിക്കുന്ന ഒരാൾക്ക് തോന്നണം ഇവന്റെ ജഡത്തെ കുറിച്ചോ ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ചോ ഒരു ചിന്തയില്ലല്ലോ. നമ്മൾ അവനോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മരിക്കും, മരിച്ചാൽ നമ്മുടെ നിത്യതയെ കുറിച്ചാണല്ലോ അവൻ പറയുന്നത്. ഇവനെന്താ ഈ ആഗ്രഹങ്ങൾ, ഇവന്റെ നൈക്കിന്റെ ഷൂസ് ഇടണം, അല്ലെങ്കിൽ എത്ര വില കൂടിയ ചുരിദാർ ഡബ്ല്യൂന്റെ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡുകളുടെ അത് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇവനില്ലാത്ത. എന്റെ മോഹം ഒന്നേ ഉള്ളൂ, ദൈവത്തോടു കൂടെ വസിക്കണം, ദൈവത്തോടു കൂടെ. ലോകത്തിൻ്റെതായിട്ടുള്ള എന്ത് ടെംപ്ടേഷൻ വന്നാലും, അതുകൊണ്ടാണ് യേശു 40 ദിവസം ഉപവസിച്ചിട്ട് വന്നപ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള സകല സംഗതിയും കൊണ്ട് ഒരാൾ വന്നു അല്ലേ? അയ്യോ നീ വിശന്നിരിക്കുമായിരുന്നോ ഈ കല്ലിനോട്? അയ്യോ നീ ഇവിടുന്ന് ചാടിക്കോ, നിന്റെ വചനത്തിൽ പറയുന്നുണ്ട് ദൂതന്മാര് നിന്നെ പരീക്ഷണം. അടുത്ത പോലെ ഈ കാണുന്നതൊക്കെ ആർക്കാണ്? ഈ 50 ഏക്കർ സ്ഥലം എന്റെ. മനു വന്നിട്ട് പറയാണ്, അച്ഛാ നാളെ ഒരു പള്ളി വരുവാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് എന്ന് പറഞ്ഞ പോയി. ഇത് മൊത്തവും സൃഷ്ടിച്ച ദൈവത്തോട് പറയുക, നീ എന്നെ നമസ്കരിച്ച. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, ജഡത്തിന്റെ പ്രവൃത്തികൾ നശിക്കും, ആത്മാവിന്റെ പ്രവൃത്തികൾ എന്നും നിലനിൽക്കും. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ നാം ഒരുക്കമാണെങ്കിൽ, ഇത് കഴിഞ്ഞിട്ടില്ല, ഏകദേശം ഇതുപോലെ തന്നെ നമ്മൾ ജഡത്തിൽ നിന്നും ദേഹത്തിൽ നിന്നും ദേഹിയിലേക്ക് കയറും. ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 തലത്തിൽ കയറിയതിന് ശേഷം മാത്രമാണ് പിശാച് ജഡത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് നമ്മൾ പഠിക്കത്തുള്ളൂ. അങ്ങനെ പഠിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ? ജഡത്തെ കുറിച്ച് അറിയണം, പിന്നെ ദേഹം, ദേഹി, ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം പിന്നെ എങ്ങനെ മരിപ്പിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ മരിപ്പിക്കണം. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വക, പിണക്കം, അങ്ങനെ പറയാതെ അതൊക്കെ നമ്മുടെ ഉള്ളതൊന്നും. ഇതൊക്കെ മരിപ്പിക്കണമെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്ത് പഠിക്കണം? ജഡം പഠിക്കണം, ദേഹം പഠിക്കണം, ദേഹി, ആത്മാവ്. ഇത് 3 പഠിച്ചിട്ട് അത് പഠിച്ചാൽ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടാത്തത്. ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും പഠിക്കാനാണ് ബൈബിൾ ക്ലാസ് അല്ലേ? അപ്പോ ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ, നമ്മളിവിടെ നിർത്തുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശാന്തമായി നമ്മളോട് പറയുന്നത്, ഈ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന ഒരു ജഡവും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഒന്നുകിൽ നീ ജഡീകനായി ജീവിക്കണം, അല്ലെങ്കിൽ നീ ആത്മീകനായി ജീവിക്കണം. ഇരു തോണിയിലെത്തിയരുത് കാലുകെട്ടി. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ ജഡത്തെ നിയന്ത്രിക്കുവാൻ, കർത്താവ് ഞങ്ങളുടെ മനസ്സിന് കഴിയുമെന്നും ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പരിശുദ്ധ ആത്മാവിന് കഴിയുമെന്നും ഞങ്ങളോട് പറഞ്ഞ ആ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. നമ്മുടെ വലം കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞേ, കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഞങ്ങളെ നിയന്ത്രിക്കുന്ന, ഞങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ഒരു വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ കരയറ്റുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ, മനഃപൂർവ്വമായി ഞങ്ങൾ അത് ഏറ്റുപറയുന്നു. ദൈവ പ്രവൃത്തി ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.